ഗ്രൗണ്ടിൽ ഈ രണ്ടാമത്തെ ദിവസവും കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന സകല ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ദൈവം നമ്മളോട് സംസാരിച്ചു. പിതാവാകുന്ന ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള പാപികളായ നമ്മളോടുള്ള സ്നേഹത്തെ ക്രൂശിൽ യേശുവിനെ നൽകി കാണിച്ച വിധങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ കേട്ട വചനം. അതിലാഴമായ ഒരുപാട് വചന സത്യങ്ങൾ സ്തോത്രം നമ്മൾ ഇന്നലെ കേൾക്കാനിടയായിത്തീർന്നു. ഈ രണ്ടാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കണം. കർത്താവേ, ഞാൻ ഈ ആരാധനയ്ക്ക് വന്നു, ഇന്നലെ വന്നു, അല്ലെങ്കിൽ ഇന്നലെ വന്നില്ല, ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ആയിരിക്കട്ടെ, ഓക്കെ, കുഴപ്പമില്ല. കർത്താവ്, എൻ്റെ അകത്ത് എൻ്റെ യേശു വന്നിട്ടില്ലയോ സ്തോത്രം എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം. കർത്താവ്, ഈ വേദപുസ്തകമാണ്, ഈ ബൈബിളിലെ വാക്യങ്ങൾ വെച്ചാണ് സ്വർഗത്തിലെല്ലാം ദൈവം നോക്കുന്നത്. എല്ലാ കാര്യവും ഈ ബൈബിളിൽ വെച്ചാണ്. ന്യായവിധി ആയിരുന്നാലും ഏത് കാര്യവും ഈ ബൈബിൾ വെച്ചാണ് കർത്താവ് കണക്കിടുന്നത്. വേദപുസ്തകത്തിലില്ലാത്തതൊന്നും ദൈവം അംഗീകരിക്കുകയില്ല, ദൈവം കണക്കിടുകയില്ല. നമ്മൾ വ്യത്യസ്തമായ ആരാധനകൾക്ക്, വ്യത്യസ്തമായ സഭകളിൽ, വ്യത്യസ്തമായ രീതിയിൽ ആരാധിക്കുന്നവരായിരിക്കാം. സ്തോത്രം. എല്ലാ ആലയത്തിനു വേണ്ടിയും എല്ലാ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വ്യക്തമായിട്ടുള്ളൊരു കാര്യം, വേദപുസ്തകത്തിലെ വചനത്തിലൂടെയാണോ ഞാൻ നടക്കുന്നത്, അതോ വചനത്തിന് വെളിയിലാണോ? ഒരുപക്ഷെ നമ്മളെ മാതാപിതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ വളർത്തിയതും അവരെ പപ്പയും അമ്മയും പഠിപ്പിച്ചതായിരിക്കും നമ്മളെയും പഠിപ്പിച്ചത്. ഈ പഠിത്തം അങ്ങോട്ട് പോകൂല, വചനത്തിലെ പഠിപ്പ് മാത്രമേ പോകൂ. ഈ പഠിപ്പ്, നമ്മളെ പപ്പയും അമ്മയും നല്ലവരാണ്, നമ്മളെ പ്രസവിച്ചു, നമുക്ക് വേണ്ടുന്നെല്ലാം നൽകി വളർത്തി, നമ്മളെ വിവാഹം കഴിപ്പിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു, ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു, ശരിയാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും വളർത്തിയത്. പക്ഷേ അവർ പിന്തുടർന്ന ഒരു പാരമ്പര്യത്തിൽ നമ്മളെയും പഠിപ്പിച്ചു. അവരാരാധിച്ച ദൈവം എങ്ങനെയെന്നും അവരെങ്ങനെ കൈയടിച്ചുവെന്നും അവർ സ്തോത്രം ചെയ്ത് എങ്ങനെയെന്നും അവരെങ്ങനെ ആരാധിച്ചുവെന്നും അത് നമ്മളെ പഠിപ്പിച്ചു, അതേ അറിയാവൂ. പക്ഷെ വേദപുസ്തകം അത് ശരി വയ്ക്കുന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വേദപുസ്തകം നമ്മൾ പഠിച്ചു വന്നതിനെ ശരി വയ്ക്കുന്നില്ലെങ്കിൽ ഈ പാരമ്പര്യം നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല, ഒരിക്കലും എത്തിക്കില്ല. നമ്മൾ പഠിച്ചു വന്ന പഠിപ്പും എത്തിക്കില്ല. നമ്മൾ അപ്പനും അമ്മയും പഠിപ്പിച്ചതല്ല നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. യേശുവിൻ്റെ വചനവുമാണ് നമ്മളെ നിത്യതയിലെത്തിപ്പിക്കുന്നത്. അല്ല, നമ്മുടെ മാതാപിതാക്കൾ അവർക്കറിവുള്ളത്, അവർ പഠിച്ചു വന്നത്, അവർ മനസ്സിലാക്കിയത് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളത് കേൾക്കുന്നു, നമ്മളതുപോലെ പള്ളി പോകുന്നു, അവർ പറയുന്നത് പോലെ കേൾക്കുന്നു, മക്കളെ സൺഡേ സ്കൂളിൽ ഇരിക്കാൻ ഇരിക്കുന്നു, അടുത്ത് സ്വോത്ര ഇന്നതിനുകൊണ്ട് പോകണം എന്ന് പറയും പോകുന്നു, അടുത്ത് നമ്മളോട് നമ്മളെ മാതാപിതാക്കൾ പറയും, മക്കളെ ഇന്ന് സ്വോത്രം പള്ളിയിൽ ഇന്നതാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനയുണ്ട്, പോകണമെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു. അടുത്ത് കുരിശിൻ്റെ വഴിയുണ്ടെന്ന് പറയും, നമ്മൾ അതിനും പോകുന്നു. അടുത്ത് പറയും, മക്കളെ ഉച്ചവരെ അവിടെ പ്രാർത്ഥനയാണ്, ദുഃഖ വെള്ളിയല്ലേ എന്ന് പറയും, നമ്മൾ അതിന് പോകും. വേറെ ഒന്നും അറിഞ്ഞുവിടാം. പിന്നെ നമുക്ക് ഓരോ മൊഴികൾ പറയാൻ പറയും, അത് നമുക്കറിയാം, വേറെ ഒന്നും അറിഞ്ഞുവിടാം. വീണ്ടും അടുത്ത് സ്വോത്രം കുരുത്തോല ഞായർ വരും, നമ്മളോട് പറയും ഒരു കുരുത്തോലം കൊണ്ടുപോകാൻ പറയും, നമ്മൾ അതുപോലെ പോകും. സ്വോത്രം. പക്ഷെ ഇതെല്ലാം ബൈബിളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഉറപ്പാ. അത് വിശ്വസിക്കുന്ന ഏത് പാപിക്കും മാനസാന്തരമുണ്ട്. പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിന്? ആചാരങ്ങൾക്കാണോ, അനുഷ്ഠാനങ്ങൾക്കാണോ, വചനത്തിനില്ലാത്തതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ വിമർശിക്കുന്ന ആളല്ല, ഞാൻ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഞാനിതെല്ലാം ചെയ്യുന്നു, നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അകത്ത് യേശു വന്നിട്ടുണ്ട്, ഈ വചനപ്രകാരമാണോ എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിക്കുന്നത്? കുരുത്തോല കൊണ്ടുപോകുന്നത് നല്ലതാണ്, അത് ഞാൻ വിമർശിക്കല്ല. പക്ഷേ അതിൻ്റെ ആശയം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ദുഃഖവെള്ളി ആരാധിക്കണം, രാവിലെ വിട്ട് വൈകുന്നേരം വരെ ആരാധിക്കണം, വൈകുന്നേരത്തോട് രാവിലെ വരെ ആരാധിക്കണം, നല്ലതാണ്. എന്താണ് അതിൻ്റെ സാരം? എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, ആ യേശു എന്നെ നിത്യത്തിൽ കൊണ്ടുപോകാൻ, ആ രക്തം കൊണ്ട് കഴുകാൻ പാവിയായ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ ഒരു തിരിച്ചറിവ് എൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തോന്നാണ്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തോന്നാണ്?
യേശു അപ്പച്ച എനിക്ക് വേണ്ടി മരിച്ചു, ആ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റി. ഇനി എൻ്റെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? യേശുവിന് വേണ്ടിയാണ്. വചനം എന്ത് പറയുന്നു അതുകൊണ്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടോ? ഇല്ല. എങ്കിൽ എന്ത് പ്രയോജനം? ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. അപ്പം നമ്മൾ ചിന്തിക്കണം. ആചാരങ്ങൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കൂല, അനുഷ്ഠാനങ്ങളല്ല സ്വർഗത്തിലെത്തിക്കുന്നത്. യേശുവിൻ്റെ വചനവുമാണ് നമ്മളെ നിത്യത്തിലെത്തിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിലെ ആൾക്കാർ നമ്മളെ മാതാപിതാക്കൾ കാണിച്ചു തന്ന എല്ലാ വഴികളും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല സ്നേഹിതരെ. നമ്മളത് തിരിച്ചറിഞ്ഞ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യമാകുന്ന യേശുവിനെ ഞാനും നിങ്ങളും അറിയുമ്പോൾ ആ സത്യം ആകുന്ന യേശു എനിക്ക് അറിഞ്ഞുകൂടാത്ത വഴികളിൽ നിന്ന് എന്നെ രക്ഷിച്ച് കൊണ്ടുവരും. ഇല്ല എങ്കിൽ നമ്മൾ പള്ളിയിൽ പോകും, സ്തോത്രം കാണിക്ക വയ്ക്കും, അല്ലലി പറയും, സ്തോത്രം പറയും, പ്രാർത്ഥിക്കും, അവിടെ വചനം കേൾക്കും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഓരോ സ്ഥാനങ്ങളിലും ഭാരവാഹിത്വമൊക്കെ നമുക്ക് തരും, നമ്മൾ അതൊക്കെ ചെയ്യും. ഇതൊന്നും സ്വർഗത്തിലെത്തിക്കുന്നല്ല. നമ്മൾ യാതൊരു സ്ഥാനത്ത് 95 വർഷം വരെ ഇന്ന പദവി ഞാൻ വഹിച്ചു. കർത്താവ് അവിടെ ചെന്ന് നീ ഇന്ന പദവി വഹിച്ചു, ഇനി പേപ്പർ ചെയ്താ എന്ന് പറയില്ല. നിന്റെ പേപ്പർ ചെയ്താ പദവി വഹിച്ചവരല്ല ഇനി വാന്ന് പറയില്ല. കർത്താവിന് അതൊന്നും അല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ദൈവവചനപ്രകാരമാണോ മുന്നോട്ട് പോയത്. ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്തോത്രം. പാരമ്പര്യമോ മറ്റൊന്നും നമ്മളെ രക്ഷിക്കൂല. നമ്മളെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കല്ല്. നമ്മൾ ദൈവത്തെ മാത്രം നോക്കണം. കാരണം ഇവിടം വിട്ട് പോകുമ്പോൾ ഈ മനുഷ്യനൊന്നും നമ്മളെ രക്ഷിക്കാനോ നമ്മളെ സഹായിക്കാനോ നമ്മളെ കരുതാനോ അവർക്ക് പറ്റത്തില്ല. അവരെ പുറകെ പോകില്ല. അവരെ എല്ലാം നമ്മൾ നോക്കേണ്ട വേദപുസ്തകം, തിരുവചനം എന്താണ് എന്നോട് പറയുന്നത്, ആ വചനം എൻ്റെ ജീവിതത്തിനകത്തുണ്ടോ, അതെന്നെ ആഴമായിട്ട് ഇറങ്ങി തൊടുന്നുണ്ടോ, ആ യേശുവിനെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ആ യേശുവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ, ആചാരങ്ങളെ വിട്ട് അനുഷ്ഠാനങ്ങളെ വിട്ട് സത്യ ഉപദേശത്തിന്റെ കീഴിൽ മുട്ടുമടക്കി എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മളിനി എത്ര വർഷം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ആരാധിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രയോജനമില്ല. സ്തോത്രം. ഞാൻ പറയാം, സ്തോത്രം, യേശുവിൻ്റെ തിരുവചനത്തിൻ്റെ വെളിയിലുള്ളതൊന്നും കർത്താവ് അംഗീകരിക്കില്ല. ഈ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, മാന്യ ശ്രോതാവേ, യേശു കർത്താവ് താങ്കളുടെ ഹൃദയത്തെ ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയും താങ്കളെ സ്നേഹിക്കുന്ന യേശു ഈ ദേശത്തേക്ക് വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, ഇതാ 1-ാം അധ്യായം വായിക്കുമ്പോൾ, ഇന്ന് അനേകർ പള്ളിയിൽ പോകുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളും സ്വോത്രം പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം പോയിട്ടും താങ്കൾക്ക് യേശുവിനെ കിട്ടിയോ? സ്വോത്രം. അതോ വേറെ പലതും കിട്ടിയത് ഒരു പക്ഷെ പറയുമായിരിക്കാം. ഞാൻ ഇന്നടുത്ത് പോയി, എനിക്ക് കുറച്ച് ഇന്ന കാര്യങ്ങളെല്ലാം കിട്ടി, ഇന്ന സ്ഥാനം കിട്ടി, ഇന്ന മാനം കിട്ടി, ഇന്ന ബഹുമാനം കിട്ടി, ഇന്ന പള്ളിയിൽ ഞാൻ പോയി, ഞാൻ ഇത്ര വർഷം ഇന്ന സ്ഥാനത്തിരുന്നു, ഇത്ര വർഷം ഇന്നതായിരുന്നു ഞാൻ എന്നെനിക്ക് പറയാൻ കാണും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് യേശുവിനെ കിട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് പ്രയോജനം? നോക്കിക്കേ, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം, എല്ലാവരും വേദപുസ്തകം തുറക്കണം. 1-ാം അധ്യായം അതിൻ്റെ 35-ാം വചനം മുതൽ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 35-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, യേശു അതുവഴി പോവുകയാണ്. കടന്നു പോകുന്ന യേശുവിനെ യോഹന്നാൻ സ്നാപകൻ കാണുമ്പോൾ 2 പേർ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും ഈ ശബ്ദ പരിധിക്കുള്ളിലും യേശു നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആ യേശുവിനെ കാണുന്നുണ്ടോ? ഇതാ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടുടനെ എന്താ ചെയ്ത്? വായിച്ചെടുത്ത വരി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അടുത്ത് അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട്, യേശുവിനെ അനുഗമിച്ചു. ശ്രദ്ധിച്ചേ, ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അല്ലേ? പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ഈ 2 പേരും അവർ ഒരു വീട്ടിൽ, അവർക്കും അപ്പനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ആരാധിച്ച ഒരു ആരാധന ഉണ്ടായിരുന്നു, അവരും സ്തുതിച്ച ഒരു സ്തുതി ഉണ്ടായിരുന്നു, അവരും എല്ലാം ചെയ്തവരാണ്, അവരും പള്ളിയിൽ പോയവരാണ്. പക്ഷെ യഥാർത്ഥ ദൈവത്തെ കണ്ട ഉടനെ അവർ പിന്നെ അവിടെ നിന്നാണോ? അല്ല, പിന്നെ എങ്ങോട്ട് പോയി? യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ
ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. നോക്കിയേ, ഇവർ രണ്ടുപേരും ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കണേ. ആ വചനം വായിച്ചിട്ട് നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് പോകണം. വായിച്ചേ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട്, അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാരും കേട്ടു, യേശുവിനെ അനുഗമിച്ചു. ആരനുഗമിച്ചു? ആരനുഗമിച്ചു? ഇവരെ കൂടെ നിന്നാ പോരായിരുന്നു? അതൊന്നും നോക്കിയില്ല. അനുഗമിക്കേണ്ടവനെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെ അവിടെ നിന്നല്ല, അവിടെ നിന്ന് തിരിഞ്ഞ് ആരുടെ പുറകെ പോയി? സത്യദൈവത്തിന്റെ പുറകെ പോയി. ഇവരും മറ്റൊരിടത്ത് ആരാധിച്ചവരാ. എന്നിട്ട് അടുത്തെന്ത് സംഭവിച്ചു നോക്കിയേ. അടുത്ത വരി. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, യേശു നോക്കിയപ്പോൾ രണ്ടുപേരും പിന്നാലെ വരുന്നു. അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും അന്വേഷിക്കുകയാണ് പലതും. യേശു ചോദിച്ചു, നിങ്ങൾ എന്തോന്നാണ് അന്വേഷിക്കുന്നത്? അടുത്ത വരി. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവർക്കറിയേണ്ടത് വേറെ ഒന്നുമല്ല, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് അറിയാം. ഇന്ന് രാത്രി എത്രയൊക്കെ ആഗ്രഹമുണ്ട്, അപ്പച്ച യേശുപ്പൻ എവിടെയാണ് താമസിക്കുന്നത്? അവിടെ എന്തുണ്ട്? ഞാനും ഉണ്ട്. യേശു താമസിക്കുന്നിടത്താണ് ഞാനും താമസിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആനന്ദം എന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ആനന്ദമുണ്ട്, അവിടെ വേദനയില്ല, അവിടെ ആശ്വാസമുണ്ട്, അവിടെ ധൈര്യമുണ്ട്, അവിടെ ബലമുണ്ട്, അവിടെ പിശാചിന് അടുക്കാൻ പറ്റത്തില്ല, അവിടെ ദുഷ്ടന് കടക്കാൻ പറ്റത്തില്ല. ഇരുട്ടിന്റെ വ്യാപാരം തകരും, അന്ധകാര കെട്ടുകൾ തച്ചുടക്കപ്പെടും, പിശാചിന്റെ പ്രവർത്തികൾ അഴിയും. സ്വത്രം. ഇവർ രണ്ടുപേരും പുറകെ പോവുകയാണ്. ആരുടെ പുറകെ? യേശുവിന്റെ പുറകെ. അവർ കാണേണ്ടവനെ കണ്ടോ? കാണേണ്ടവനെ കണ്ടപ്പോൾ കെട്ടുകൾ പൊട്ടി. അവർ യേശുവിന്റെ പുറകെ പോയി. യേശുവിന്റെ പുറകെ പോകുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തോന്നാണ് അന്വേഷിക്കുന്നത്? റബി, ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു? അടുത്ത വരി വായിച്ചേ. അവൻ അവരോട് വന്നു കാണുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വന്ന് കാണും, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എന്റെ കൂടെ വാ. ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാനശ്രോതാവേ, ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന പൈതലെ, വ്യത്യസ്തമായ വേദനയോടെ, രോഗത്തോടെ, ഭാരത്തോടെ, നിരാശയോടായിരിക്കും താങ്കൾ വന്നിരിക്കുന്നത്. പക്ഷെ യേശു പറയുന്നു, മക്കളെ, നീ വന്ന് കാണുക, ഞാൻ എവിടെ പാർക്കുന്നത് വന്ന് കാണുക. നിന്റെ ജീവിതം മാറും, നിന്റെ സ്വഭാവം മാറും. നീ വന്ന് കാണുക. എന്നോടുകൂടെ നീ താമസിക്കാൻ നീ ഒരുക്കമാണെങ്കിൽ, ആമേൻ, ഇന്ന് വരെ കണ്ടതല്ല നീ കാണാൻ പോകുന്നത്. നീ ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ ഒരാളായി, ആത്മാവിൽ നിറഞ്ഞ ഒരാളായി, ദൈവകൃപയുള്ള ഒരാളായി, ആത്മാവിൽ ജ്വലിച്ച ഒരാളായി നീ പുറത്തു വരാൻ പോകുന്നു. നീ വന്ന് കാണുക. രണ്ടുപേരും കണ്ടു. യോഹന്നാൻ സ്നാപകനെ വിട്ട് ഇവർ രണ്ടുപേരും യേശുവിന്റെ പുറകെ പോയി. യേശു പാർക്കുന്ന വീട്ടിലേക്ക് പോയി. അടുത്ത വരി വായിച്ചേ. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. യേശുവിനോട് കൂടെ എന്ത് ചെയ്തു? പാർത്തു. കേട്ടോ, യേശുവിനോട് കൂടെ എന്ത് ചെയ്തു? താമസിച്ചു. രാവിലെ ഉറക്കമുണർന്നു, എഴുന്നേറ്റു. അവർ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. നേരെ വീട്ടിൽ പോയിട്ട് എന്തെന്നറിയാമോ? അവരറിഞ്ഞ യേശുവിനെ സഹോദരൻ കൊടുത്തു. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് മശിഹയുടെ അടുത്താണെന്ന് നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത്, എടാ പത്രോസേ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് എവിടെ നിന്നറിയാമോടാ? എടാ, ഞാൻ മശിഹ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. ഇനി എൻ്റെ ജീവിതം യേശുവിനായി. ഇനി ഇടത്തോട്ടില്ല, ഇനി ഞാൻ വലത്തോട്ടില്ല, ഇനി ബാക്കിലോട്ടില്ല, ഇനി ഞാൻ അങ്ങോട്ടില്ല. കഴിഞ്ഞ നാൾ വരെ പലയിടത്തും ഞാൻ യാത്ര ചെയ്തു. ഇല്ല, ഈ ഒരായുസ്, പാട്ടുകാരൻ പാടി, ഈ ഒരായുസ് നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാൻ. പാടാ നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാൻ യേശുരാജനെ. പാടാം
നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാന്ന യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരാ ദൈവത്തിനായി ജീവിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ അനേകർക്ക് അവസരങ്ങളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ, എഴുന്നേറ്റ് നടക്കുമ്പോൾ, ആരോഗ്യമുള്ള ഒരു കാലത്ത് യേശുവിനെ കണ്ടുമുട്ടാനും സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനും രക്ഷയിലേക്ക് വരാനും മാനസാന്തരപ്പെടാനും സ്നാനപ്പെടാനും അഭിഷേകം പ്രാപിക്കാനും ആരാധിക്കാനും തിരുവചനം വായിക്കാനും ഒക്കെ അവസരമുണ്ട്. എന്നാൽ ഈ അവസരങ്ങളെല്ലാം ഇന്ന് അനേകർ തള്ളിക്കളഞ്ഞിട്ട് സത്യവചനം കേൾക്കുമ്പോൾ അത് വെറുതെ കെട്ടുകഥയാണെന്ന് അതിനെ തള്ളിക്കളഞ്ഞിട്ട് ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി താങ്കളോട് വിളിച്ചു ചോദിക്കുന്നു, സ്തോത്രം, പരിശുദ്ധ വചനം വിളിച്ചു ചോദിക്കുന്നു, താങ്കൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? യേശുവിനെ കണ്ടില്ലെങ്കിൽ താങ്കൾ ഇത്രയും ദിവസം ആരാധിച്ചിട്ടും പോയിട്ടും കണ്ടിട്ടും സത്യദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യദൈവം ആരാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ, യേശുവിനോട് കൂടെ താമസിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇവർ രണ്ടുപേരും പോയി താമസിച്ചു. അവരെന്ത് ചെയ്തു? 42 വാക്യം വായിച്ചേ. 41 അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കിടന്നുറങ്ങി എണീറ്റ് പറയുകയാണ്, ഞങ്ങൾ ആരെ കണ്ടുമുട്ടി? കാണേണ്ടവനെ കണ്ടു. സത്യദൈവത്തെ ഞങ്ങൾ കണ്ടു. കാണേണ്ടവനെ കിട്ടേണ്ടവനെ കിട്ടിയ പിന്നെ ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊണ്ടു. ഹല്ലേലൂയ. എൻ്റെ അപ്പനെ എനിക്ക് കിട്ടിയ അപ്പച്ചനുള്ള എല്ലാം ആർക്കുള്ളതാ? നമുക്കുള്ളതാണ്. അടുത്തവര് വായിച്ചേ. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു. അതുകൊണ്ടാണ് ചില സഹോദരന്മാരും സഹോദരിമാരും എന്ത് ചെയ്യുന്നത്? പള്ളി വന്ന് സത്യവചനമൊക്കെ കേൾക്കുമ്പോൾ വീട്ടിൽ വന്ന് മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടൊക്കെ പറയും, ഇതാണ് സത്യം. എന്താ കാര്യം? അവർ യേശുവിനോട് കൂടെ താമസിച്ചിട്ട് പോയിട്ടാ പറഞ്ഞേ. അല്ലാതെ ഒന്നും പറയാൻ പറ്റൂല. പറയുമ്പോൾ മറ്റേ ആള് തടിയെടുത്തോണ്ട് നിൽക്കും, ഇപ്പം അടിച്ചു കൊണ്ടുവന്നു. എന്നാലും പറഞ്ഞല്ലേ തീരൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവർ പിരിഞ്ഞ് നോക്കാൻ എന്ത് ചെയ്യും? അവരറിഞ്ഞ യേശുവിനെ കൊടുക്കും. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, ഞാൻ അറിഞ്ഞ യേശുവിനെ, സ്തോത്രം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? സത്യദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇതാ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കേട്ട 2 പേർ യേശുവിന്റെ പുറകെ പോയി യേശുവിനോട് കൂടെ പാർത്ത് രാവിലെ ഉണരുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ മസിഹ എന്ന് വെച്ചാൽ ഇതാ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. മസിഹയെ കണ്ടെത്തിയ 2 പേർ തിരിച്ചു വന്ന സഹോദരന്മാരോട് പറയുകയാണ്, ഞങ്ങളിതാ മസിഹയെ കണ്ടെത്തി. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, രക്ഷിപ്പാൻ കഴിവുള്ളവൻ, സ്നേഹിപ്പാൻ കഴിവുള്ളവൻ, പാവത്തെ ക്ഷമിക്കാൻ കഴിവുള്ളവൻ, കെട്ടുകളെ പൊട്ടിക്കാൻ കഴിവുള്ളവൻ, കൂടെ ഇരിക്കാൻ കഴിവുള്ളവൻ, കണ്ണുനീരൊപ്പാൻ കഴിവുള്ളവൻ, പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ളവൻ, സമാധാനം തരുവാൻ കഴിവുള്ളവൻ, സ്വസ്ഥത തരുവാൻ കഴിവുള്ളവൻ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള യേശുവിനെ താങ്കൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ഇല്ല എങ്കിൽ എന്ത് പ്രയോജനം? യാതൊരു പ്രയോജനവുമില്ല. സ്വോത്രം, ദൈവത്തിന് മഹത്വം. ഒറ്റ പ്രയോജനവും ഇതുകൊണ്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വോത്രം, ഞാൻ ചിന്തിക്കണം, ഈ ഭൂമിയിൽ എന്തിനാണ് എന്നെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് ചിന്തിക്കണം. കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ ജനിപ്പിച്ചത്? നമ്മൾ എന്തെന്ന് പറയും? എന്തിനാണ് നമ്മളെ ജനിപ്പിച്ചത്? നമ്മൾ പറയും, എനിക്ക് ഇന്ന സ്ഥലത്തുള്ള എൻ്റെ പപ്പ ഇന്ന സ്ഥലത്തുനിന്ന്, എൻ്റെ അമ്മ ഇന്നടത്തായിരുന്നു, അവർ രണ്ടുപേരും വലുതായപ്പോൾ രണ്ടുപേരെയും കല്യാണം കഴിച്ചു കൊടുത്തു, അങ്ങനെ ജനിച്ചതാണ് ഞാൻ എന്ന് എനിക്കൊരു കഥ കാണും പറയാം. സ്തോത്രം. ഞാൻ ജനിച്ചു, വളർന്നു, എൻ്റെ പഠിത്തം കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായി, എന്നെ ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആളുമായി വിവാഹത്തിന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിവാഹം കഴിഞ്ഞു, കടന്നു വന്നു, എനിക്ക് ഇന്ന് എത്ര മക്കളുണ്ടായി, ഈ മക്കൾ അങ്ങനെ. അതിനാണോ? അടുത്ത മക്കളെ വളർത്തി, മക്കളെ പഠിപ്പിച്ചു, അവരെ ഇന്നടുത്താക്കി, അവരെ കുടുംബജീവിതമായി, അവരിലൂടെ മക്കളെ കിട്ടി, പിന്നെ ഞാൻ അമ്മമ്മയായി ആ മക്കളെ നോക്കി, മക്കളെ വളർത്തി, പിന്നെ ആ മക്കൾക്ക് മുത്തശ്ശി, അങ്ങനെ. അതിനാണോ? അല്ല. പിന്നെ ലോക സ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തു എന്നെ കണ്ടിട്ടാണ് ഈ ഭൂമിയിലാക്കിയത്. ഒരു കുടുംബം തരും, അപ്പൻ തരും, അമ്മയെ തരും, കുടുംബം തരും, അടുത്ത് കല്യാണം തരും, മക്കൾ തരും, എല്ലാം തരുമ്പോഴും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? യേശുവിനെ ഈ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുകയും എന്നിലൂടെ ഒരു കൂട്ടം പേർ യേശുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിൽ തികഞ്ഞ ആളായി എൻ്റെ സമയമാകുമ്പോൾ ഞാൻ സ്വർഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം.
ഇതാണ് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയാമോ? ബാക്കി ഈ ലോകത്തിലുള്ള കുറേ കാര്യം ചിന്തിച്ച് സ്വത്രം നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ആൾക്കാരെ കാണിക്കുന്ന പലതും കാണിക്കാൻ നമുക്ക് വലിയ എളുപ്പമാണ്. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാളാണോ നമ്മളെന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് രാത്രി കൺവെൻഷന്റെ 2ാമത്തെ രാത്രികാലം ഞാൻ നിങ്ങൾ വന്നിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ, വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം 7-ാം വാക്യം. ഇന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഗാസയെ തകർത്ത് തരിപ്പണമാക്കി പൊടിയാക്കിയതിന് ദൈവത്തിന് സ്വത്രം. ഇപ്പൊ ഇറാനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്താൻ പറ്റാത്ത യുദ്ധമായി സ്വത്രം. 1.5 മണിക്കൂർ മുൻപ് വാർത്ത പെട്ടെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്രം ജനത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും. കാരണം പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധം അവിടെ നടക്കുമ്പോൾ സ്വത്രം നമ്മൾ ചിന്തിച്ചുകൊള്ളണം, വേദപുസ്തകത്തിലെ വചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വെറുതെ അല്ല. വേദപുസ്തകം കെട്ടുകഥയല്ല. വേദപുസ്തകത്തിനകത്ത് എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി ഈ നടക്കുന്ന യുദ്ധങ്ങൾക്ക് പിന്നിലും സ്തോത്രം പ്രവചന സത്യങ്ങളുണ്ട്. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നി? ഒരുങ്ങിയിട്ടുണ്ടോ യേശുവിന്റെ വരവിൽ? ഇന്ന് രാത്രി കൺവെൻഷൻ നടക്കുമ്പോൾ യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ? ഇവിടെ ഇതാ യുദ്ധം നടക്കുന്നു, തീർന്നില്ല. സ്വത്രം 142 പേർ സഞ്ചരിച്ച ഒരു ഫ്ലൈറ്റ് സെക്കൻഡുകൾ കൊണ്ട് താഴെ വീണു. ഒരാൾ രക്ഷപ്പെടുന്നു. നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടതാണ്. ഒരാൾ രക്ഷപ്പെട്ടു. 141 പേരും തകർന്ന് തരിപ്പണമായി. അത് മാത്രമല്ല, അതിൻ്റെ കീഴെ ഇരുന്ന സ്വത്രം 40-ലധികം ഡോക്ടേഴ്സ്, MBBS പഠിച്ചുകൊണ്ടിരുന്ന, മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരറിഞ്ഞില്ല, ആ മക്കൾ അറിഞ്ഞില്ല ഇതാ ഫ്ലൈറ്റ് ഇപ്പൊ വീഴുമെന്ന് അവരറിഞ്ഞില്ല. അവരും അതിനകത്ത് വീണു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ വിളിച്ചു പറയുന്ന എന്തോന്നാണ്? ഇതൊന്നും മറ്റൊന്നുമല്ല, യേശുവിന്റെ വരവ് വാദിക്കൽ. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ആൺമക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടോ? കേട്ടോ? മുമ്പ് കേൾക്കാത്ത വാർത്തയാണ് ഇന്ന് കേൾക്കുന്നത്. ആൺമക്കൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതെ പാപം ഈ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഇതൊന്നും മറ്റൊന്നല്ല കാണിക്കുന്നത്, യേശു ക്രിസ്തു വാദിക്കലാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ മുഴു ലോകത്തിലും കർത്താവിനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശുവിന്റെ വരവടുത്തു. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവം തരുന്ന അവസരം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ ലോക പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് അപ്പനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞ് അപ്പൻ തരുന്ന അവസരം പാഴാക്കാതെ. പലരും പറയും, സ്വത്രം ഇതൊക്കെ വെറുതെ വയറ്റിപ്പിഴപ്പിന് കൊണ്ട് നടക്കുന്നതെന്നല്ല. വയറ്റിപ്പിഴപ്പിനല്ല. പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ ഈ തിരുവചനത്തിലുള്ള സത്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. ഇത് നടന്നേ തീരൂ. ഇതിനകത്തുള്ള ഏതാണ്ടുള്ള തിരുവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇനി അടുത്ത് നിറവേറേണ്ട തിരുവചനം ഞാൻ പറയട്ടെ. യേശുവിന്റെ വരവ്, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സമയമായി. യേശു കർത്താവ് വാദിക്കൽ എത്താറായി. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ യേശു വരുമ്പോൾ കയറി പോകുമോ അതോ തള്ളപ്പെടുമോ? ഈ മുഴു ലോകത്തിൽ നോക്കുമ്പോൾ ലക്ഷോപലക്ഷ ജനങ്ങൾ ഒരുങ്ങി യേശുവിനെ കാത്തിരിക്കുകയാണ്. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത എങ്ങനെ ഇരിക്കുന്നു? തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഒന്നുകൂടെ വാക്യം, ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ വാക്യം മുഴുവൻ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മുഴു ലോകത്തിലും ഭൂമിയുടെ അങ്ങറ്റം ഇങ്ങറ്റം ഒരുപാട് മണവാട്ടികൾ തന്നെത്താൻ ഒരുക്കി. അവർ പല രീതിയിലും ജീവിച്ചവരാണ്. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ യേശു അല്ലാതെ മറ്റൊന്നും അല്ലെന്നും, തിരുവചനം ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നും ആ തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ, ലോകം എനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട,
പോകണമേശുവിൻ പാതെ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. എകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. എകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടാൻ ചെയ്യ ഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. കൂടുവിട്ടൊടുവിൽ ഞാൻ ശേഷമുള്ളവരെ പോലെ. കണ്ടോ? ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും. എങ്ങനെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഞാൻ ആരാണെന്ന് അറിഞ്ഞ് സുബോധമായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ മാനസാന്തരപ്പെട്ട ആളാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആളാണ്. ഓ സ്തോത്ര, യേശുവിന്റെ വരവിൽ കയറി പോകണം. അതുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങലെന്ന് എൻ്റെ അർത്ഥമല്ല, അതല്ല അതിന്റെ അർത്ഥം. ഉറക്കാതെ കിടക്കണമെന്നല്ല അർത്ഥം. പിന്നെയോ ഉറങ്ങരുതെന്ന് പറഞ്ഞ അർത്ഥം പാവത്തിൽ നീ മയങ്ങിപ്പോകരുത്. യേശുവിന്റെ വരവ് താമസിക്കുന്നെന്ന് പറഞ്ഞ് ദിവസം പോലെ ജീവിക്കരുത്. നീ എപ്പോഴും ഏത് രാത്രി യേശു വന്നാലും കയറി പോകാം, കണക്കിന് വേണ്ടിയിരിക്കാൻ. പഴയ നിയമം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിന്റെ മകനാണ് ആര്? ഇസഹാക്ക്. ഇസഹാക്കിന് വിവാഹ സമയമായപ്പോൾ അബ്രഹാം പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? സ്വത്രം എലിയാസറെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകനായ ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ നീ സ്വത്രം അന്വേഷിക്കണം. നീ പോക, നീ അന്വേഷിക്കുമ്പോൾ നിനക്ക് മുൻപേ ഒരു ദൂതൻ ഇറങ്ങിച്ചെന്ന് എൻ്റെ മകനുള്ള പെൺകുട്ടിയെ ഒരുക്കിയെടുക്കും. സ്വത്രം അവളുമായി നീ വരണമെന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞയക്കുകയാണ്. ആരെ? സ്വത്രം എലിയാസറെ പറഞ്ഞയക്കുകയാണ്. എലിയാസർ പറഞ്ഞയച്ചു. എലിയാസർ റിബേക്കയെ ഒരുക്കി കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ ഇസഹാക്കും റിബേക്കയും തമ്മിൽ കണ്ടിട്ടില്ല, പയ്യനും പെണ്ണും തമ്മിൽ കണ്ടിട്ടില്ല. സ്വത്രം എന്നാൽ അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്ക് വെളിപ്രദേശത്ത് ധ്യാനിക്കുകയായിരുന്നു. എന്നാൽ സ്വത്രം ഈ സമയം ആര് വരുന്നു എന്നറിയാമോ? ഓ കുതിരപ്പുറത്ത് ഇതാ റിബേക്കയെ ഒരുക്കി കൊണ്ടുവരികയാണ്. ആര്? എലിയാസർ ചെന്ന് പെണ്ണ് കണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർക്കിഷ്ടമായി. അവനെ കണ്ടില്ല, പക്ഷേ ഈ ആലോചന കേട്ടപ്പോൾ ഇഷ്ടമായി. അവൾ ഒരുങ്ങി സ്വത്രം വരികയാണ്. കുതിരപ്പുറത്ത് വരുമ്പോൾ ഒരു വെളിപ്രദേശത്ത് അവളിങ്ങനെ തലയില് തുണിയൊക്കെ ഇട്ട് വരികയാണ്. ദൂരെ നിന്ന് അവൻ വെളിപ്രദേശത്ത് ധ്യാനിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവൻ ധ്യാനം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതാ ദൂരെ നിന്നൊരു കുതിര വരുന്നു. ആ കുതിരയിലിരിക്കുന്ന സ്വത്രം ഒരു പെൺകുട്ടിയെ കണ്ടു. അവളും പതുക്കെ ഈ തുണി പൊക്കി ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ രണ്ടുപേരും അടുത്ത് വരികയാണ്. വന്ന ഉടനെ സ്വത്രം ഇസഹാക്ക് ആ റിബേക്കയുമായി കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിനകത്തേക്ക് പോയി. ഇത് സ്വത്രം പുതിയ നിയമ വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ നിഴലാണ്. പഴയ നിയമ പുസ്തകത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാമിന്റെ മകനായി ഇസഹാക്കും റിബേക്കയും തമ്മിലുള്ള വിവാഹത്തെ വ്യക്തവും സ്പഷ്ടവുമായി സ്വർഗം വരച്ചിട്ടിരിക്കുന്നു. അന്ന് അവർക്ക് വെളിപ്പെട്ടില്ല, മോനെ മോളെ സ്തോത്രം, ഇനിയൊരു മശിഹ വരും, മണവാട്ടിയെ ചേർക്കാൻ മശിഹ വരും, അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത് കാണിച്ചതെന്ന് അവർക്ക് അന്ന് മനസ്സിലായില്ല. എന്നാൽ അതിന് നിഴലായി പഴയ നിയമത്തിനകത്തുണ്ട്. അതുപോലെ ഇതാ യേശു ക്രിസ്തു തന്റെ മണവാട്ടി, കാത്തിരിക്കുന്ന മണവാട്ടികളെ സ്വീകരിപ്പാൻ ഇനി വേഗം വരാൻ പോകുന്നു. ഉൽപ്പത്തി മുതൽ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവുകളെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ യേശു എവിടെ ജനിക്കും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. യേശുവിന്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ല, നിറവേറി. ഒറ്റിക്കൊടുക്കും എന്നുള്ളത് നിറവേറി. സ്വത്രം എത്ര വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും, നിറവേറി. സ്വത്രം വിരിവുമാക്കപ്പെടുന്നു നിറവേറി. സ്വത്രം എന്തെല്ലാം പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞോ അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യേശുവിന്റെ വരവാണ് അടുത്ത് നടക്കേണ്ടത്. ആമേൻ. അത് ഇന്ന് രാത്രി വേണമെങ്കിൽ വരാം, എപ്പോ വേണോ വരാം. എന്നാൽ ഞാൻ പറയട്ടെ, മണവാട്ടിക്ക് പേടിയില്ല, എപ്പോ വന്നാലും അവൾ ധൈര്യത്തോടെ കയറി പോകും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:6, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ, എങ്ങനെ തോന്നിയ ദിവസം പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരെ ഒന്നും നോക്കല്ലേ. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? സ്വത്രം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് വിശുദ്ധിയോടെ മുന്നോട്ട് പോകണമെന്ന് കർത്താവ് പറയുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. 10-ാം വാക്യം 22:10 വെളിപ്പാട് പുസ്തകം 22:10 വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കുകയാൽ
പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. മുദ്രയിടരുത്. സമയമെടുത്തു മക്കളെ, മുദ്രയിടരുത്. മുദ്രയിടരുത് എന്ന് പറഞ്ഞു, സമയം അടുത്തെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അടുത്ത വരി. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്തോട്ടെ, എന്ത് പാവം ചെയ്തോട്ടെ. എത്ര വചനം കേട്ടിട്ടും എത്ര സത്യം തിരിച്ചറിഞ്ഞിട്ടും യേശു കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വീകരിക്കാൻ പറ്റാതെ അനീതി ചെയ്യുന്നവൻ അങ്ങ് വിട്ടേക്ക്, അവൻ ചെയ്തു കൊള്ളട്ടെ. അടുത്ത വരി. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അടുത്ത വരി. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധനെ കുറിച്ച് പറയുകയാണ്. വിശുദ്ധൻ ഇനിയും വിശുദ്ധിയോടെ, കുറച്ചും കൂടെ വിശുദ്ധി, കുറേയും കൂടെ ക്രിസ്തുവിനെ പോലെ ആകാൻ, കുറച്ചും കൂടെ ക്രിസ്തുവിനെ പോലെ നടക്കാൻ, ക്രിസ്തുവിനെ പോലെ സംസാരിക്കാൻ. വിശുദ്ധൻ ഇനിയും തന്നെ ഒന്നുകൂടെ വായിച്ചേ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അടുത്ത വരി. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറഞ്ഞു മക്കളെ, ഇതാ ഞാൻ വേഗം. എങ്ങനെ? ഇതാ ഞാൻ വേഗം വരുന്നു. അടുത്ത വരി. ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. കേട്ടോ, യേശുവിന്റെ പക്കൽ എല്ലാം ഉണ്ട്. പ്രതിഫലമുണ്ട്, കൊടുക്കാൻ തക്കതായ, അവനവന്റെ പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കാൻ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തുവിൽ ജീവിക്കുന്ന സ്തോത്രം, ലോകം വേണ്ട, പാപത്തിന്റെ ഇമ്പം വേണ്ട, അഴുക്കെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുന്ന മണവാട്ടിക്ക് പ്രതിഫലമുണ്ട്. അതാർക്കും അപകരിക്കാൻ പറ്റത്തില്ല. ആ കിരീടം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ആർക്കും നശിപ്പിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ ലേഖനം പറയുന്നു, 2 പത്രോസ് 3:12, 13, 14 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. 12, 13, 14. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കണ്ടോ, അത്രയും ഭക്തിയോടെ വിശുദ്ധിയോടെ ക്രിസ്തു യേശു എങ്ങനെ ആയിരുന്നു അതുപോലെ ജീവിക്കാൻ ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സത്യവചനത്തിന്റെ ബൈബിൾ തുറന്ന് 3:2. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാൻ പറ്റും? നോക്കിയേ, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാൻ പറ്റും? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കും കർത്താവിനെ കണ്ടു നിൽക്കാൻ പറ്റുമെന്നില്ല. ഇയ്യോബിനെ ഒന്ന് നോക്കിക്കേ. പഴയ നിയമ വിശുദ്ധന്മാരിൽ ഇയ്യോബിനെ കുറിച്ചൊന്ന് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കേട്ടു, ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം വേറെയാണ്. ഇയ്യോബിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. സ്തോത്രം. സാത്താൻ പറഞ്ഞത് അറ്റസ്റ്റ് ചെയ്തെന്നാ പറഞ്ഞേ, ഇവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടാകുന്നവനും ദൈവഭക്തനുമായവൻ ആരുമില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ദൈവവും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഊസ് ദേശത്ത് കർത്താവ് ദേശം വരെ, ഇയ്യോബിന്റെ ദേശം വരെ എഴുതിയിട്ടുണ്ട്. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടാകുന്നവനും ദൈവഭക്തനും ഇവനെപ്പോലെ ആരുമില്ല, ഭൂമിയിൽ ഇല്ല എന്ന് ആര് പറഞ്ഞു? ദൈവവും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം പോലും അത് ഈ മനുഷ്യനെ കുറിച്ച് അതുപോലെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് എഴുതി വെച്ച് വിളിച്ചു പറഞ്ഞു സാത്താനോട്. എന്നാൽ ഈ മനുഷ്യൻ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ തെറിച്ച് താഴെ പോയി ഇപ്രകാരം പറഞ്ഞു, അപ്പാ, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. അന്നൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? ഇയ്യോബില് പാപമില്ലെന്ന് പിശാച് പറഞ്ഞു, ഇയ്യോബിൽ പാപമില്ലെന്ന് ദൈവം പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇയ്യോബ് സ്തോത്രം അവിടെ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കാൻ പോയ? എന്തുകൊണ്ടാ? അയാളെ കണ്ണാരെ കണ്ടു? ദൈവത്തെ കണ്ടു. നിൽക്കാൻ പറ്റിയില്ല. കണ്ണാരെ കണ്ടു? ദൈവത്തെ കണ്ടു. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന് വിളിച്ച് അവിടെ ദാനിയേലിന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി ചെന്നപ്പോൾ ദാനിയേൽ നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്താ? കണ്ടപ്പോൾ വീണു. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് ഇതാ സ്തോത്രം, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി അവൻ കാണുകയാണ് ചിലത്. എന്തെല്ലാം കണ്ടു? 7 സഭകൾക്ക് ദൂതെഴുതാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഇതാ തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളെ കാണുന്നു. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച ഉള്ള ഒരു കർത്താവിനെ കണ്ടു. അവനെ കണ്ടപ്പോൾ, അവന്റെ കണ്ണ് കണ്ടപ്പോൾ, അവന്റെ മുഖം കണ്ടപ്പോൾ, അവന്റെ പാദം കണ്ടപ്പോൾ നിൽക്കാൻ പറ്റാതെ സ്തോത്രം, യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. എന്തുകൊണ്ട്? കണ്ടാൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ കർത്താവ് വരുമ്പോൾ ആര് നിൽക്കും? ആർക്ക് നിൽക്കാൻ പറ്റും?
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് മലാഖി പ്രവൻ പറയുന്നത് 3:2, അവൻ വരുന്ന ദിവസം ആർക്ക് സഹിക്കാം? ആ കർത്താവിനെ ആർക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും? മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 36-ാം വാക്യം, മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ, ആ നാളും നാഴികയും പിതാവിനല്ലാതെ, വായിച്ചേ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കണ്ടോ, ഇത്രയും ബലമുള്ളതാണ്, ഇത്രയും ശക്തിയുള്ളതാണ് യേശുവിന്റെ വരവ്. ആർക്കും അറിയാൻ പറ്റത്തില്ല. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അരകെട്ടി വിളക്ക്. കണ്ടോ, കർത്താവ് വരികയാണ്. ഈ മണവാട്ടി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? അര കെട്ടിയിട്ടുണ്ട്, അവളെ വിളക്ക് കത്തിയിട്ടുണ്ട്, അവൾ കാരമുള്ള ഉപ്പായിരിക്കുകയാണ്. അവളുടെ കണ്ണ് വിശുദ്ധമാണ്, അവളുടെ അതരം വിശുദ്ധമാണ്, അവളുടെ നോട്ടം വിശുദ്ധമാണ്. അവൾ രാത്രി ഉറങ്ങുമ്പോഴും ക്രിസ്തു അവളുടെ അകത്തുണ്ട്, അവൾ എഴുന്നേൽക്കുമ്പോഴും ക്രിസ്തു അകത്തുണ്ട്. അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. പാപത്തെ ജയിച്ച് ദൈവവചനപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിച്ച്, തന്നെ തന്നെ ത്യജിച്ച്, നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് ക്രിസ്തു യേശുവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു മണവാട്ടിക്ക് പേടിയില്ല. കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു മണവാട്ടിക്ക് പേടിക്കാനൊന്നുമില്ല. മാന്യശ്രോതാവേ, ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ അതോ തള്ളപ്പെടുമോ? ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ അങ്ങോട്ട് വായിക്കാം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പൊ മണവാട്ടി എങ്ങനെ ഇരിക്കുന്നത്? അര കെട്ടിയിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടുണ്ട്. കാരണം എവിടെ നിന്നാലും ഇരുട്ടിലല്ല അവൾ നിൽക്കുന്നത്, അവൾ ക്രിസ്തുവിലാണ്. അവൾ പാപത്തെ ജയിച്ച് തന്നെ തന്നെ ത്യജിച്ച് തന്നെ തന്നെ ക്രൂശിൽ വിട്ടുകൊടുത്ത് എന്നെ കാണേണ്ട യേശുവിനെ മാത്രം കണ്ടാൽ മതിയെന്ന് അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത വരി, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്ന് കൊടുക്കേണ്ടതിന്. അർത്ഥം, കർത്താവായ യേശു ക്രിസ്തു എപ്പോ വിളിച്ചാലും പോകാൻ കണക്കിന് അല്പം മാറി നിൽക്കണം. കർത്താവേ, ഞാനൊന്ന് രക്തത്താൽ കഴുകൽ പ്രാപിക്കട്ടെന്ന് പറയേണ്ട കാര്യമില്ല, അത്ര ഒരുങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അടുത്ത വരി, അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അതുപോലെ ആയിരിക്കണം. ഒരു മണവാട്ടി അങ്ങനെയാണ്, എപ്പോ വന്ന് മുട്ടിയാലും തുറക്കും. അതാണ്, അത്ര ശ്രദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത വരി, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ആരാണ്? ഭാഗ്യവാന്മാർ. അവരാണ് ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. റോമർക്ക് ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ കർത്താവ് പറയുകയാണ്. എവിടെയെല്ലാം വീണുപോയിട്ടുണ്ടോ ഇന്ന് രാത്രി വിളിച്ചു പറയണം, മക്കളെ, മണവാട്ടിയായി ഇരിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും ഭാഗത്ത് വീണുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ വചനം റോമർ 13:11 പറയുന്നു, വായിച്ചേ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ 1 കൊരിന്ത്യർ 16:13 വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ഉണർന്നിരിപ്പീൻ. വായിച്ചേ, 1 കൊരിന്ത്യർ 16:13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ. കണ്ടോ, 1 ഉണർന്നിരിക്കണം, 2 വിശ്വാസത്തിൽ നിലനിൽക്കണം. അടുത്ത് പുരുഷത്വം നിറവ് ക്രിസ്തുയേശു നമ്മളിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ആത്മാവിൽ ദൈവഹിതപ്രകാരം നിറയണം. ക്രിസ്തുയേശുവിന്റെ സ്വഭാവത്താൽ ഞാൻ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ഉണർന്നിരിക്കണം. പിന്നെ പുരുഷത്വം കാണിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തി. രാത്രി ഉറങ്ങിക്കിടക്കുന്നുവെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ കണ്ടുമുട്ടിയതാണ്, ഒരു മണവാട്ടിയായിട്ട് ഇരുന്നതാണ്. ഇന്ന് ഉറക്കമാണെങ്കിൽ ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ അതോ ഇല്ലയോ? എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളെ സ്നേഹിക്കുന്ന യേശു താങ്കളുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. താങ്കൾ ചെയ്യുന്ന പാപ സ്വഭാവത്തെ ഇന്ന് രാത്രി കഴുകിക്കളയാൻ കഴിവുള്ള രക്തം ഇന്ന് രാത്രി ദേശത്തൊഴുകുന്നുണ്ട്. താങ്കളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം വരും. കുടുംബത്തിലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ പ്രിയപ്പെട്ടവർക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു
ഒരു ദിവസം എല്ലാവർക്കും വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ യേശുവിനെ താങ്കൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക 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 നാമം അത് യേശു എന്ന നാമമാണ്. ആ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ആമേൻ മുട്ടുമടക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? വേദപുസ്തകം വായിക്കുമ്പോൾ പറഞ്ഞു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. വെളിപ്പാട് 16:15 വായിക്കുമ്പോൾ, ഞാൻ കള്ളനെ പോലെ വരും. ഞാൻ എപ്പം വരുമെന്നറിയത്തില്ല, ഞാൻ കള്ളനെ പോലെ വരും കേട്ടോ. അതുകൊണ്ട് നീ ഉണർന്നിരുന്നോ. ഒരു മണവാട്ടിക്ക് എപ്പോഴും ആ ഉണർവുണ്ട്. യേശുപ്പച്ചൻ വന്നാൽ ഒരുങ്ങിയിരിക്കുകയാണ്. വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട സ്വത്രം പയ്യൻ കൊടുത്ത സാരിയും ഉടുത്ത് ഹല്ലേലൂയ ഒരുങ്ങി മണവാട്ടി തൻ്റെ വിവാഹത്തിന് വേണ്ടി പള്ളിക്കകത്ത് കാത്തിരിക്കുന്നത് പോലെ, ഓ സ്തോത്രം, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മണവാട്ടി രാത്രി യേശു വന്നാലും പകൽ യേശു വന്നാലും അവർക്ക് പേടിയില്ല. അവർ ഒരുങ്ങിയിരിക്കുകയാണ്. സത്യവചന പ്രകാരം വചനത്തിൽ എന്ത് പറയുന്നു നോക്കി, മനുഷ്യൻ പറഞ്ഞതല്ല, അപ്പനും അമ്മയും പറഞ്ഞതെന്നല്ല, സ്വർഗത്തിലെ ബൈബിളിൽ അതുണ്ടോ? അതുണ്ടെങ്കിൽ ഓക്കെ, ശരി. ദേശം പറഞ്ഞു കാണും, ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞു കാണും, അത് ശരിയാണെങ്കിൽ ഓക്കെ. വേദപുസ്തകത്തിനകത്ത് തെളിവുണ്ടോ എന്ന് നോക്കി, വചനത്തിലുണ്ടോ നോക്കി, ആ വചനത്തിലൂടെ ജീവിക്കുന്ന ഒരു പൈതൽ കാത്തിരിക്കുകയാണ്. യേശുവിന്റെ വരവ് അവരറിയുകയും ചെയ്യും, അവർ കയറി പോവുകയും ചെയ്യും. ഈ യേശുവിന് മാത്രമേ ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അനേകർ വീണുപോയി, അനേകർ സ്വത്രം ഇന്ന് ഈ ലോകത്തിൽ പ്രതിസന്ധികളുടെ നടുവിലാണ്. ഇന്ന് ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടി, വെട്ട്, കുത്ത്, ചവിട്ട്, കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് സമാധാനം നഷ്ടപ്പെടുന്നത്? ഈ ലോകത്തിലുള്ളതിന് വേണ്ടിയാണ് ജനം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. സ്നേഹിത, അടുത്തുള്ള സഹോദരനെ കാണാൻ തനിക്ക് കഴിയുന്നില്ല, സഹോദരിയെ കാണാൻ കഴിയുന്നില്ല. എൻ്റെ ഭാര്യ കൊണ്ടുവന്നത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇന്ന് നീ അടി നിർത്തിയിട്ടില്ല. ഓ സ്വത്ര, ഇന്നും ചീത്തവിളി നിർത്തിയിട്ടില്ല, ഇന്നും മോശം വാക്ക് നിർത്തിയിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നിന്റെ വീട്ടിൽ നിന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും കുത്തുവാക്ക് തീർന്നിട്ടില്ല. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം നേടിയാലും എല്ലാ നേട്ടങ്ങളും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആകാശം ഒരു ദിവസം പേപ്പർ പോലെ ചുരുളും. ഹല്ലേലൂയ, ഈ ഭൂമിയിലെ പണിയെല്ലാം വെന്തുപോകും എന്ന് താങ്കൾ അറിയുന്നുവോ? ഇന്ന് വെട്ടും അടിയും കുത്തുമെല്ലാം സ്വത്രം ഈ ലോകത്തിലുള്ള സമ്പത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിലുള്ള വസ്തുവകകൾക്ക് വേണ്ടിയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്, കസേരകൾക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഇതെല്ലാം നശിച്ചു പോകുമെന്ന് മനുഷ്യൻ അറിയുന്നില്ലല്ലോ. വേദപുസ്തകം വായിക്കുമ്പോൾ, 2 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം അങ്ങോട്ട് വായിക്കുമ്പോൾ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓ സ്തോത്രം, ഇന്ന് ദേശത്ത് അനേകർക്ക് സമാധാനമില്ല, അയൽവക്കങ്ങൾ സമാധാനമില്ല, നോക്കുമ്പോൾ സ്വസ്ഥതയില്ല. കാരണം എവിടെ വെട്ടിപ്പിടിക്കുക, എവിടെ വെട്ടുണ്ടാക്കുക, എവിടെ അടി ഉണ്ടാക്കുക. ഈ ലോകത്തിലുള്ള പേരിന് വേണ്ടി നെട്ടോട്ടം, പ്രശസ്തിക്ക് വേണ്ടി നെട്ടോട്ടം, ആരെയും പിഴിഞ്ഞ് ആരെയും വകവയ്ക്കാതെ എന്തും ചെയ്ത് സമ്പാദിച്ചു കൂട്ടാനൊരു വെപ്രാളം, ആരെ വെട്ടിക്കൊന്നും അല്ലെങ്കിൽ തകർത്തു സ്വത്രം ബാങ്ക് ബാലൻസ് കൂട്ടാൻ ഒരു വെപ്രാളം, അയൽവക്കത്തുള്ളവനേക്കാൾ സമ്പത്തുണ്ടെന്ന് തെളിയിക്കാൻ ഒരു വെപ്രാളം, അതിനേക്കാൾ വീടിന്റെ വലുതെന്ന് പറയാനൊരു വെപ്രാളം, എനിക്ക് പേരും പ്രശസ്തി ഉണ്ടെന്നൊരു പറയാനൊരു വെപ്രാളം. സ്നേഹിത, ഇതെല്ലാം നിലനിൽക്കുമോ? ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നെന്ന് താങ്കൾ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ കസേരകളെല്ലാം നീങ്ങിപ്പോകുന്നു. ഇതെല്ലാം സ്വത്രം, ഈ കാണുന്ന ഈ ഭൂമി കാണുന്നതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. വായിച്ച 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറഞ്ഞ് വായിച്ചേ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. അന്ന് മുതൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അടുത്ത വരി എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന്. കണ്ടോ, അന്ത്യകാലത്ത് പരിഹാസം. ഇന്ന് നിങ്ങൾ ലോകത്ത് നോക്കിക്കേ, ഇതല്ലേ നടക്കുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്ത്? യേശുവിന്റെ വരവ് അടുത്തു എന്നല്ലേ?
ഇതെല്ലാം തെളിയിക്കുന്നത് നമ്മൾ ഇന്ന് അങ്ങോട്ട് ഒഴുകി പോവുകയാണോ അതോ ക്രിസ്തുവിനോട്ട് അടുക്കുകയാണോ? പാവത്തിലേക്ക്, ലോകത്തിലേക്ക്, ലോക ഇമ്പങ്ങളിലേക്ക്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതോ യേശുപ്പാ ജീവിച്ചാൽ അങ്ങേക്കായി, മരിച്ചാൽ അങ്ങേക്കായി, ഇനിയുള്ള ജീവിതം അങ്ങേക്കായി എന്ന അപ്പച്ചന്റെ സന്നിധിയിലാണോ വീണ് കിടക്കുന്നത്? അതോ ലോകത്തിൽ പേരിനും പ്രശസ്തിക്കും ആമേൻ എങ്ങനെ ചെയ്യാൻ, എങ്ങനെ വലുതാകാം എന്നുള്ള ചിന്തയാണോ? ഇന്ന് രാത്രി തന്നെത്താൻ ത്യജിക്കാൻ, തന്നെത്താൻ താഴ്ത്താൻ, ദൈവഭാഗത്ത് വീഴാൻ, യേശു മാത്രം കർത്താവെന്ന് ചിന്തിക്കാൻ, ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്നേഹിത, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ, ഓ ദൈവത്തിന് മഹത്വം, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന്, അന്ത്യകാലത്ത് പരിഹാസികൾ വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും, ഉണ്ടായതെല്ലാം ദൈവത്തിന്റെ വചനത്താലാണ് ഉണ്ടായത്. ഈ ഭൂമി ഉണ്ടായത് എങ്ങനെ? വചനത്താൽ. കരയിൽ നിന്ന് കടലിനെ നീക്കിയത് ആര്? വചനത്താൽ അതെല്ലാം സംഭവിച്ചു. ഈ ഭൂമിയിൽ ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ സകലതും വചനത്താൽ. എന്റെ ദൈവം ഒരു വാക്കുകൊണ്ട് സകലത്തെ വിളിച്ചു വരുത്തി. ഈ ആകാശത്തെ ഒരു പേപ്പർ വിരിക്കുന്നത് പോലെ, ഒരു തിരശ്ശീല പോലെ യെശയ്യാവിന്റെ പുസ്തകം പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 40-ാം അധ്യായം അതിന്റെ 12-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവം ആര്? ദൈവം എങ്ങനെയുള്ള ദൈവം? ദൈവത്തിന്റെ ശക്തി എന്ത്? ദൈവം എന്ന് പറയണമെങ്കിൽ ആ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയണം. ഞാൻ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്റെ ദൈവം. ആമേൻ. ദൈവം എന്ന് പറയണമെങ്കിൽ ആ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുണ്ട്. തീർന്നില്ല, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന് മുഴു ലോകത്തിൽ ഒരുപോലെ ഇറങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് സഞ്ചരിക്കാൻ വാഹനം വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, ബസ് വേണ്ട, ഒരു വണ്ടിയും വേണ്ട. ഇറങ്ങണമെന്ന് തോന്നുന്ന സ്ഥാനത്ത് വീട്ടിനകത്ത് വാതിലടച്ചിരിക്കുമ്പോഴും ഇറങ്ങാൻ കഴിവുള്ളത് ദൈവത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. വാതിൽ തുറന്നു കൊടുക്കാതെ ഇറങ്ങി നിൽക്കാൻ കഴിവുള്ള ഒരുവനെ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, ഹല്ലേലൂയ, കാറ്റിന് തേരായി സഞ്ചരിക്കുന്നവൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കാറ്റിന്റെ വാഹനമായി സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 40-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ ടക്കനെ വായിച്ചു പോയേ. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കടലിലെ വെള്ളത്തെ അളന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. മുഴുവൻ ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാന്നുള്ള ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം. നോയിക്കേ, സ്വത്ര ആര് കരഞ്ഞാലും കണ്ണീര് തുടയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവമേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്ത ഒരാളല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ദൈവം. നമ്മൾ കരയുമ്പോൾ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ് യേശു ക്രിസ്തു. അടുത്ത വാക്യം ടക്കനെ വായിച്ചു പോയേ. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. അടുത്ത യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? അടുത്തവരെ ഇതാ ജാതികൾ തുലാക്കോട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. അടുത്തവരെ ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. ദ്വീപുകളെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇതാണോ? അടുത്തവരി ലെബാനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ അവന്റെ മുൻപിൽ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. അടുത്തവരി ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏതു പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? അടുത്തവരി മൂശാരി വിഗ്രഹം വാർക്കുന്നു. തട്ടാൻ പൊന്നുകൊണ്ട് പൊതികയും
കൊണ്ടുപോവുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുന്നു. ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു. അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ വിരിക്കുന്നു. പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ നട്ട ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരൂന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റുകൊണ്ട് താളടി പോലെ പാറിപ്പോകുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ദൈവത്തെ നിങ്ങൾ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആര് സഹോദരങ്ങളെ? സൂര്യനെ സൃഷ്ടിച്ചത് ആര്? ചന്ദ്രനെ സൃഷ്ടിച്ചത് ആര്? സകലത്തെ സൃഷ്ടിച്ചത് ആര്? സകല ചരാചരങ്ങളെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചത് ആര്? ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സൃഷ്ടിയല്ല ദൈവം, ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ ദൈവത്തിന് കണ്ണീര് കാണാൻ പറ്റും, വേദന മാറ്റാൻ പറ്റും. നമ്മൾ റൂം അടച്ചോണ്ട് ഇരിക്കുമ്പോൾ ആ അടച്ചിരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങാൻ പറ്റും. ആ ദൈവം നമ്മളെ ചുമക്കും. എങ്ങനെ? ഈ ദൈവം ഈ യേശുക്രിസ്തു ആരെ ചുമക്കും? നമ്മളെ ചുമക്കും. നമ്മൾ ദൈവത്തെ ചുമക്കണ്ട, ദൈവം നമ്മളെ ചുമക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ പ്രസംഗിക്കുന്ന യേശു നമ്മെ ചുമക്കുന്നവനാണ്. നമ്മെ ചുമക്കുന്നവൻ. അടുത്ത വരി. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആര്? കണ്ണുണ്ടെങ്കിലും കാണാത്തതാണോ? ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതാണോ? വായുണ്ടെങ്കിലും സംസാരിക്കാത്തതാണോ? കാലുണ്ടെങ്കിലും നടക്കാത്തതാണോ? നമ്മെ എടുക്കുന്നതാണോ? ഇന്ന് രാത്രി നമ്മുടെ കണ്ണൊന്ന് തുറന്നെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ചത് ആര്? ഒരു സൃഷ്ടാവ് ഉയരത്തിലുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഈ യേശു സത്യ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുവനും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. സഹോദരി, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണെന്ന് ലോകത്തിൽ അടി. ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്, ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ഈ സൃഷ്ടാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സൃഷ്ടാവിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ സത്യ ഏക ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഈ യേശുവിനെ ഒന്ന് കണ്ടുമുട്ട്. നിന്റെ അടുക്കല യേശു വന്ന് നിൽപ്പുണ്ട്. 2 പത്രോസ് 3:5-6-7 വാക്യം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അത് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ളതൊക്കെയും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ വെട്ടുകൂടുന്ന എന്തിനു വേണ്ടി? അടികൂടുന്ന എന്തിനു വേണ്ടി? ഈ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന സാധനത്തിന് വേണ്ടിയല്ലയോ? സ്തോത്രം. ഇന്നുള്ളവരെ നാളെ കാണുന്നില്ല. ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ട്? ക്ഷമിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. എന്നെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എത്ര നാളായി സമാധാനം കിട്ടിയിട്ട്, എത്ര നാളായി സ്വസ്ഥത കിട്ടിയിട്ട് വീട്ടിനകത്ത് സമാധാനമുണ്ടോ? കേസിന്റെയും പിണക്കത്തിന്റെയും വഴക്കിന്റെയും വെട്ടിന്റെയും ജയിലറകളിലേക്കും വീണുകൊണ്ട് ജനമിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം.
അത് യേശു എന്ന നാമം. ആ യേശു കർത്താവ് വരാൻ സമയമായി. ഈ ഭൂമിയിലുള്ള ചിലത് കണ്ട് വെട്ടും കുത്തും കൂടി ആ സ്വസ്ഥത നഷ്ടപ്പെടുത്തി ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി അടികൂടി നിത്യത നഷ്ടമാകരുത്. 2 പത്രോസിന്റെ ലേഖനം പറയുന്നത് ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നത്? എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 25, 26, 27, 28 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം വായിച്ചിട്ട് പോയാൽ മതി. 5-6 വാക്യം മുതൽ 2 പത്രോസ് 3-6 വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചു പോയ ശേഷം എബ്രായർക്ക് ലേഖനം 12-ന്റെ 25, 26, 27, 28 വായിക്കണം. വായിച്ചേ. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും. ആകാശം തീക്കായി സൂക്ഷിച്ചിരിക്കുക, ഭൂമിയോ തീക്കായി സൂക്ഷിച്ചിരിക്കുക. ജനങ്ങളെല്ലാം കൂടെ ഇതിനാണ് അടി. സമാധാനമില്ല, സ്വസ്ഥതയില്ല. അടിയല്ല ഇതിനാണ്. പക്ഷെ തീക്കായി സംഭവം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് വെളിപ്പെടുന്നില്ല. കർത്താവായ യേശുവിനെ സ്വീകരിച്ച് എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടമെന്ന് നമ്മൾ ആരായാതെ നിത്യത നഷ്ടമാക്കി കളയരുതേ. വായിച്ചെടുത്ത വരി. അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും. കണ്ടോ, എത്ര വചനം കേട്ടിട്ടും ഭക്തിയില്ല, മുട്ടുമടക്കുന്നില്ല, കീഴടങ്ങുന്നില്ല. ദൈവമേ, അങ്ങ് പറഞ്ഞ വചനങ്ങളാണ് സത്യം എന്ന് പറയാൻ കഴിയുന്നില്ല. ലോകത്തിലുള്ളതിനെയും മുഴുവനും ഇഷ്ടപ്പെട്ട് മനുഷ്യൻ അതിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വത്ര അടുത്ത വാക്യം വായിച്ചേ. കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. അടുത്ത വരി. എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ. എന്റെ ദേശം, എന്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഈ ഗ്രൗണ്ടിൽ വന്ന പ്രിയരെ, ഇന്ന് രാത്രി ഓലത്താന്നി ദേശത്തോട്, കവിതനാട് ദേശത്തോട് വചനം വിളിച്ചു പറയുകയാണ്. നീ നശിച്ചു പോകരുതേ. ഒരു വ്യക്തി നശിച്ചു പോകരുതേ. ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകരുതേ. നിന്നോടാണ് ഈ ആലോചന. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ നഷ്ടപ്പെട്ടു പോകരുതേ. ഈ കൺവെൻഷൻ നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി മുട്ടുമടക്കുവാൻ ദൈവവചനം വിളിച്ചു പറയുകയാണ്. ആരും നശിച്ചു പോകാതിരിപ്പാൻ. അടുത്ത വരി. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. ആരും നശിക്കരുത്. നശിക്കാതിരിക്കണം. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവാൻ. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്, എന്റെ ദൈവം ഇച്ഛിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും പാപത്തെ വിട്ടുതിരിയണം. എല്ലാവരും ക്രിസ്തുയേശുവിനാൽ നിറയണം. എല്ലാവരും സ്വർഗത്തിൽ കാണണം. എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ശബ്ദം കേട്ട് നിത്യതയിൽ കയറി വരണം. നിത്യനാശത്തിനകത്ത് പോകല്. എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ആരും വീഴരുതേ എന്ന് ഇതാ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ദേശനിവാസികള്, ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറിപ്പോകുന്നു. ലോകത്തിലുള്ളതിന് വേണ്ടി ഇറങ്ങി വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് താങ്കൾ മറക്കരുതേ. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 25, 26, 27, 28 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. അരുളി ചെയ്ത എന്റെ ദൈവത്തെ, സഹോദര സഹോദരി, അരുളി ചെയ്ത ദേശനിവാസികളെ, കവിതനാട് ദേശമേ, ഓലത്താന്നി ദേശമേ, നിന്നോട് വിളിച്ചു പറയുകയാണ്. അരുളി ചെയ്ത ദൈവത്തെ നീ നിരസിക്കരുതേ. 2 കൊരിന്ത്യർ 6:2. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ സമയം. കൃപയുടെ കവാടം അടഞ്ഞു പോകും മുമ്പ് യേശു കർത്താവ് വാതിക്കൽ നിൽക്കുന്നു. ഇന്ന് രാത്രി യേശു മധ്യാകാശം വന്ന് വിളിച്ചാൽ താങ്കൾ കയറി പോകുമോ? എന്താണ് പോകാത്ത കാരണം? ഈ നശിക്കാനിരിക്കുന്ന ലോകത്തിലുള്ള ചിലതിന് വേണ്ടി സ്വത്രം വെപ്രാളപ്പെടുന്നത് കൊണ്ടല്ലേ വീണു പോകുന്നത്. ഇന്ന് രാത്രി ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പറ, അപ്പാ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്.
എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ഹല്ലേലൂയ. നമുക്കാരെ മതി? യേശു മതി. എനിക്കെൻ്റെ ആശ്രയം ആരാ? യേശുവാണ്. ഓ, സർവശക്തനാകുന്ന യേശു. ആരൊക്കെ പറയും എൻ്റെ ആശ്രയം യേശുവാണ്? ആശ്രയം യേശുവാണെങ്കിൽ നീ പേടിക്കണ്ട. ഓ, അന്ത്യം വരെ നടത്താൻ ആശ്രയിക്കുന്ന ദൈവം മതിയായവനാണ്. അന്ത്യം വരെ കരുതാൻ, അന്ത്യം വരെ താങ്ങാൻ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ഇന്നത്തെ കാർമേഘം കണ്ട് പേടിക്കല്ല്, ഇന്നത്തെ നിന്ന കേട്ട് പേടിക്കല്ല്, ഇന്നത്തെ ദൂഷി കേട്ട് പേടിക്കല്ല്, ഇന്നത്തെ ഒറ്റപ്പെടൽ കണ്ട് പേടിക്കല്ല്. ഇതെല്ലാം നീങ്ങിപ്പോകും, ഇതെല്ലാം മാറിപ്പോകും. നമ്മൾ പ്രാണപ്രിയന്റെ അടുക്കൽ പറന്നു പോകും. ഓ, ഇന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. തീക്കായി സൂക്ഷിച്ചതിന് വേണ്ടി വെപ്രാളപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനെല്ലാം നശിപ്പിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? സ്വത്രം കർത്താവും വചനത്താലാണ് സൃഷ്ടിച്ചതല്ലേ? ഇന്ന് ഭൂമിയിൽ നമ്മൾ പാർക്കുന്നുണ്ടല്ലേ? നമുക്ക് വേണ്ടിയാണ് സകലത്തെയും കർത്താവ് ആക്കിയിരിക്കുന്നല്ലേ? ഈ ഭൂമിയിൽ മാത്രം സൂര്യൻ നിൽക്കുന്ന പൊസിഷൻ വിട്ട് ബാക്കിലോട്ട് പോയാൽ സ്വത്രം ഇവിടെ നമുക്ക് തണുപ്പ് കൊണ്ട് മരിക്കും. സ്വത്രം ശകലം താന്നാൽ, ശകലം ഫ്രണ്ടിലോട്ട് വന്നാൽ നമ്മൾ ചൂട് കൊണ്ട് നീയും കത്തിച്ചാരമാകും. അതുകൊണ്ട് സൂര്യനെ അന്ന് മുതൽ കൽപ്പിച്ച് നിർത്തിയിരിക്കുക, അവിടെ തന്നെ നിൽക്കുകയാണ്. അനുസരിക്കാത്ത ഒറ്റ ഇനമേ ഉള്ളൂ. ആര്? നമ്മൾ. അനുസരിക്കാത്ത ഒറ്റ ഇനമേ ഉള്ളൂ. ആര്? ദൈവം പ്രസാദിക്കുന്ന ആരാധന ആരാധിക്കാത്ത ഒറ്റ ഇനമേ ഉള്ളൂ. ആര്? പക്ഷികൾ ആരാധിക്കുന്നു. നോക്കിയേ, മരങ്ങളെല്ലാം അനങ്ങുന്നുണ്ടോ? കാരണം എന്താ? അവ ആരാധിച്ച് സ്തുതിക്കുകയാണ്. പക്ഷികൾ രാവിലെ ആകുമ്പോൾ അവർ സ്തോത്ര പ്രാർത്ഥന നടത്തും. നമ്മളോ? ദൈവത്തിന് സ്തോത്രം. അവർ ഭയങ്കര ആരാധനയാണ്. അവർക്കൊന്നിനെ കുറിച്ചും വിചാരമില്ല. അവർക്ക് അയ്യോ എൻ്റെ ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യും എന്നൊന്നുമില്ല. അവർക്കറിയാം, ഓ, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പക്ഷികൾക്കറിയാം എനിക്കുള്ള ആഹാരം അവിടെ വച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ അവർ പ്രാർത്ഥിച്ച് പാടി ആരാധിച്ച് സ്തുതിച്ചോണ്ട് പറന്നു പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണം അവിടെ വൃക്ഷങ്ങൾ ദൈവം എന്തിരിക്കും? കരുതിയിരിക്കും. അവരുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്തൊരാനന്ദം! മൃഗങ്ങൾക്ക് എന്ത് ആനന്ദം, പക്ഷികൾക്ക് എന്ത് ആനന്ദം, വനത്തിൽ പാർക്കുന്ന മൃഗജാലങ്ങൾക്ക് എന്ത് ആനന്ദം എന്നറിയാമോ? ബാക്ടീരിയയ്ക്ക് എന്ത് ആനന്ദം, കാറ്റിന് എന്ത് ആനന്ദം, തിമിംഗലത്തിന് എന്ത് ആനന്ദം, വൃക്ഷലതാദികൾക്ക്, പക്ഷി മൃഗാദികൾക്ക് എന്ത് ആനന്ദം എന്നറിയാമോ? ബാക്കിയുള്ള എല്ലാത്തിനും ആനന്ദമുണ്ട്. കാരണം അവയ്ക്കെല്ലാം ആരെ അറിയാം? യേശുവിനെ അറിയാം. അറിഞ്ഞുകൂടാത്ത ഒറ്റേനെ ഉള്ളാര്? ഹല്ലേലൂയ. ഓ, അറിഞ്ഞുകൂടാത്ത ഒറ്റേനോ, ആരാധിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒറ്റേനോ, വിശുദ്ധിയോടെ നിന്ന് ദൈവം പ്രസാദിക്കുന്ന ഒരു സ്വോത്രം കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത ഒറ്റേനോ, പാവ എത്ര വിളിച്ചു പറഞ്ഞിട്ട് ഏറ്റെടുത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയാത്ത ഒറ്റേനോ മനുഷ്യൻ. പക്ഷെ സൂര്യൻ അന്നോട്ട് ഇന്ന് വരെ അവിടെ തന്നെ നിൽക്കുക. അനുസരണ, ദൈവത്തെ ഭയം. ചന്ദ്രൻ കർത്താവ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ സൂര്യനോട് പറഞ്ഞു, നീ അസ്തമിക്കേണ്ട ഇത്ര സമയത്താണ്, നീ ഇങ്ങനെ ഇന്ന റോട്ടെ പോയി അസ്തമിച്ചോ, നിനക്കുള്ള റൂട്ട് ഇതാണ്, വരച്ചിട്ടു. ആ റോഡ് വിട്ട് ഇന്ന് എൻ്റെ കുഞ്ഞിനെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് വാ തുറന്ന് നിൽക്കാൻ പറഞ്ഞു. കടലിൻ്റെ അകത്ത് വാ തുറന്നായിരുന്നു. വെള്ളത്തിനകത്ത് ആരെടുത്തിട്ട് കൊടുത്തു? യോനെ വിഴുങ്ങിയത് വെള്ളമാണോ മത്സ്യമാണോ? മത്സ്യം. അപ്പം മത്സ്യം അനങ്ങാതെ. നമ്മളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരടി മാറിയിരിക്കും, അവൻ വീണ് തൊലഞ്ഞുകൊണ്ട് പോട്ടെന്ന്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരടി മാറിയേ. പക്ഷേ മത്സ്യത്തിനറിയാം തന്നോട് കൽപ്പിച്ച ദൈവം ആര്? തന്നോട് കൽപ്പിച്ച കൽപ്പന കൊടുത്ത ദൈവമാണെന്ന് മത്സ്യത്തിനറിയാം, തിമിംഗലത്തിനറിയാം, ബാക്ടീരിയക്കറിയാം, ഫംഗസിനറിയാം, മൃഗങ്ങൾക്കറിയാം, പക്ഷികൾക്കറിയാം, വൃക്ഷങ്ങൾക്കറിയാം. മാന്യ ശ്രോതാവേ, താങ്കൾക്കറിയാമോ സൃഷ്ടാവിനെ? മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും കാറ്റിനും ഇഴജാതികൾക്കും സകല പക്ഷികൾക്കും സകലത്തിനും അറിയാം. തൻ്റെ പ്രാണപ്രിയനെ അറിയാം, അവൻ്റെ വരവറിയാം, അവനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ആരാധിച്ച് സ്തുതിച്ചിരിക്കുകയാണ്. പക്ഷെ കാത്തിരിക്കാത്ത ഒറ്റ ഇനമേ ഉള്ളൂ. ഈ ഭൂമിയെ വെട്ടിപ്പിടിച്ച് വെട്ടും ഗ്യാസും കുത്തും കൊലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റ ഇനമോ നമ്മൾ. വേറെ ആരെയും പിടിക്കണ്ട. ദൈവത്തിന് സ്വത്രം. കാരണം എന്താ? ആക്രാന്തം നമുക്ക് തീരുന്നില്ല. ഓ, ലോകത്തോട് ഇനി ഉള്ള കാലം എനിക്ക് ഇതെല്ലാം കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ ജീവിക്കുകയാണ്. ഇല്ല. യേശു ഇന്ന് രാത്രി വന്നാൽ നമ്മൾ എവിടെ എത്തുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ്
ദൈവം ഒരു വാക്കുകൊണ്ട് സകലത്തെയും വചനത്താൽ സൃഷ്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇതിനെല്ലാം നശിപ്പിക്കുന്ന തീ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എബ്രായർക്ക് ലേഖനം 12:25-26-27-28 വാക്യം ടക്കന വായിച്ചേ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. അന്ന് അവന്റെ ശബ്ദം എവിടെ ഇളക്കി? ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ ആകാശത്തെ ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും. ശ്രദ്ധിക്കണേ, നിർമ്മിതമായ ഇളക്കമുള്ളത് ഇതെല്ലാം ഈ ഭൂമി ഇതിലുള്ളതെല്ലാം ഇളകി നിൽക്കുക. ഇപ്പം ഒലിവ് മല പോലും ആടിക്കൊണ്ട് നിൽക്കുക. അവിടെ ഒരു സ്വത്രം കെട്ടിടം പണിയാൻ വേണ്ടി പോയിട്ട് പറഞ്ഞു ഒലിവുമല പിളർന്ന് നിൽക്കുകയാണ്, ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒലിവുമല പിളർക്കണമെങ്കിൽ ഇവിടെ ആര് വരണം? യേശു വരണം, വന്ന് മണവാട്ടി സഭയെ ചേർക്കണം അല്ലേ? ചേർത്തിട്ട് വീണ്ടും യേശുവിടെ പോകണം, സ്വർഗത്തിൽ പോകണം. പോയിട്ട് വീണ്ടും 7 വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏത് പിളർക്കൂ? പക്ഷെ ഇവരവിടെ ചെന്നിട്ട് വെക്കാൻ പറയാം തിരിച്ച്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. അവിടെ ഇളകിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ പാറ, കീറില്ലാത്ത ഒരു പാറ നിങ്ങൾക്ക് കാണിക്കാമോ ഈ ലോകത്തിൽ? മുഴു ലോകത്തിലും ഇല്ല. എല്ലാം പിളർന്നിരിക്കുക. ഹല്ലേലൂയ. എല്ലാം പിളർന്നിരിക്കുക. ഓ സ്തോത്രം. എപ്പോഴാ പിളർന്നതെന്നറിയാമോ? എപ്പോഴാ പിളർന്നേ? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പാറകൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. അന്ന് പിളർപ്പ് വന്നതാ പാറയ്ക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അത്രയ്ക്ക് പരിശുദ്ധനാകുന്ന ദൈവം എത്ര വലിയവനെ നോക്കി. അന്ന് ഈ പാറകൾക്ക് പിളർപ്പ് വന്നതാ. ഏത് കല്ല് നിങ്ങൾ എടുത്ത് നോക്ക്, പിളരാത്തതോ പൊട്ടലില്ലാത്തതോ കീറലില്ലാത്തതോ ഒരു പോറൽ പോലില്ലാത്ത കാണിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെ നോക്കിയാലും ഉണ്ട്. അതെന്നാ വന്നേ? യേശു ക്രിസ്തു ക്രൂശിൽ എപ്പം മരിച്ചോ ആ സമയം തൻ്റെ സൃഷ്ടിക്കൊന്നും അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കീറി. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇളകി പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇളക്കമില്ലാത്തൊരു രാജ്യം ആമേൻ ഈ ഭൂമിയിൽ വരേണ്ടതിന് ഇളക്കമുള്ളത് നീങ്ങിപ്പോകും. ഇളക്കമില്ലാത്തൊരു രാജ്യം ഇവിടെ ഇറങ്ങി വരും. 1000 ആണ്ട് വാഴാൻ, രാജാവിനോട് കൂടെ വാഴാൻ ഇളക്കമില്ലാത്തൊരു രാജ്യം ഇവിടെ വരും. വായിച്ചേ അടുത്ത വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. എങ്ങനെ? ദൈവത്തിന് മനുഷ്യന് പ്രസാദമല്ല, ദൈവത്തിന് പ്രസാദം വരുമാറ്. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന യേശുവിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് രാത്രി ഗ്രൗണ്ടിലായിരിക്കുന്ന മാന്യ ശ്രോതാവേ, എന്റെ ശബ്ദം കേട്ട് ദേശത്ത് എന്റെ ശബ്ദ പരിധിക്കുള്ളിരിക്കുന്ന മാന്യ ശ്രോതാവേ, യേശു വരാറായി. ഈ ഭൂമി ഇതെല്ലാം നീങ്ങാറായി. മറ്റൊരു രാജ്യം ഇവിടെ ഇറങ്ങി വരാറായി. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4:16-17 വാക്യം വായിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ നിമിഷമാണ് യേശുവിന്റെ വരവെങ്കിൽ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ ആ ശബ്ദം കേൾക്കുമോ? മണവാട്ടി തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. പാപത്തെ വിട്ടുതിരിഞ്ഞ് ലോക ഇമ്പങ്ങളെ വിട്ടുതിരിഞ്ഞ് ഇളക്കമുള്ള ഇതിലുള്ള ഒന്നും ആകർഷിക്കപ്പെടാതെ ക്രിസ്തു യേശുവിനാൽ ആകർഷിക്കപ്പെട്ട വ്യക്തികളായി തന്നെത്താൻ ത്യജിച്ച് ക്രിസ്തു യേശുവിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയാൻ വേണ്ടി ആ ദൈവരാജ്യത്തിനകത്ത് ഒരു കൂട്ടം പേർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളോട് വിളിച്ച് ചോദിക്കട്ടെ, ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ? സ്വത്ര യേശുവിന്റെ വരവുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ 1 എൻ്റെ യേശു മനുഷ്യനായി വരണം. എങ്ങനെ? 1 മനുഷ്യനായി വരണം, 2 മണവാളനായി വരണം, 3 രാജാവായി വരണം. 3 രീതിയിൽ യേശു വരയണം. 1 മനുഷ്യനായി വരയണം. യേശു മനുഷ്യനായി വന്നു കഴിഞ്ഞു അല്ലേ? ഇന്നലെ പ്രസംഗം കേട്ടില്ലേ? യേശു ക്രിസ്തു എങ്ങനെ വന്നു? മക്കൾ ജഡരക്തങ്ങളോട് വായിച്ച് എബ്രായർക്ക് ലേഖനം 2:14 വാക്യം. എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് വന്നത്? ദൈവമായിട്ട് വന്ന പോരായിരുന്നോ? ഇല്ല. എന്തുകൊണ്ട് യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു മരിച്ചു? നോക്കിയേ, 1ാമത് യേശു വന്നത് എന്തിനാണ് വന്നത്? എങ്ങനെ വന്നു? മനുഷ്യനായിട്ട് വന്നു. എന്തിനു വേണ്ടി വന്നു? മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ യേശു ക്രിസ്തു മരിക്കണമായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭയത്തിൽ ഇരുന്ന സകലരെ
രക്ഷിക്കാൻ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ? ചക്കന വായിച്ച്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന ഒക്കെയും വിടുവിച്ചു. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യനായി വന്നെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങൾ മനുഷ്യരാകയാൽ യേശു ക്രിസ്തു മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ടു. എന്തിനു വേണ്ടി? യേശുവിൻ്റെ രക്തം സകല പാപത്തിനും മോചനമുണ്ട്. അപ്പോൾ യേശു മനുഷ്യനായി വന്നത് പാപിയായ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി വന്നത്. എബ്രായർക്ക് ലേഖനം 9-28 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു മനുഷ്യനായി വന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ആദ്യമായിട്ട് വന്നത്. ഒന്നാമത് വന്നത് യേശു മനുഷ്യനായിട്ടാണ്. അത് വന്നു കഴിഞ്ഞു, വന്നു, മരിച്ചു, അടക്കപ്പെട്ടു. യേശു ക്രിസ്തു മൂന്നാം നാൾ റോമക്കാരുടെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വത്രം 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിച്ച് 40ാമത്തെ ദിവസം യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഇതാ ഒലിവുമലയിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ഇതാ സ്വത്രം ഹല്ലേലൂയ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇതാ ഒലിവുമലയിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്വത്രം മുകളിലേക്ക് യേശു പതുക്കെ ഒലിവുമലയിൽ നിന്ന് കയറിപ്പോയി. ഈ ഒലിവുമല ഇന്നുമുണ്ട്. യേശു പ്രാർത്ഥിച്ച ഗെത്സമന ഇന്നുമുണ്ട്. യേശു താമസിച്ച ഭവന ഇന്നുമുണ്ട്. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്നുമുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്ത ഇടങ്ങൾ ഇന്നുമുണ്ട്. യേശുവിനെ സ്വത്രം വിസ്തരിച്ച സ്ഥലം ഇന്നുമുണ്ട്. യേശു മരിച്ച ഗോൽഗൊഥാവ് ഇന്നുമുണ്ട്. യേശുവിനെ സ്വത്രം ഉപദ്രവ ഏൽപ്പിച്ച സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി താങ്കൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു എന്ന നാമമാണ്. ആ യേശു ക്രിസ്തു ഇതാ മനുഷ്യനായി ഒന്നാമത് വന്നു കഴിഞ്ഞു. ഒന്നാമത് വന്നത് യേശു മനുഷ്യനായിട്ടാണ്. എന്തിനു വേണ്ടി? നമ്മൾ മനുഷ്യൻ പാപികളായതുകൊണ്ട് യേശു മനുഷ്യനായിട്ട് വന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ മരിച്ചു. മനുഷ്യനെ നേടുവാൻ, പാപികളെ നേടുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു. ആ ക്രൂശിലേക്ക് ഏത് പാപി നോക്കിയാൽ ഇന്ന് രാത്രി ജീവനുണ്ട്. ഇന്ന് രാത്രി ആ പാപമോചനമുണ്ട്. ഇന്ന് രാത്രി നിത്യത ഉറപ്പാണ്. ഏത് പാപിയെയും വിശുദ്ധനാക്കുന്ന ക്രൂശ് മരണം, യേശുവിന്റെ ക്രൂശ് മരണം നമ്മുടെ ജയമാണ്. യേശുവിന്റെ ക്രൂശ് മരണം പാപിക്ക് വീണ്ടെടുപ്പാണ്. നിത്യത ഉറപ്പാണ്. ആ ക്രൂശിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു 40ാം ദിവസം ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ സ്വത്രം രണ്ടുപേർ വിളിച്ചു ചോദിച്ചു, അല്ലയോ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവൻ വേഗം മടങ്ങി വരും, വീണ്ടും വരും എന്ന് പറഞ്ഞു. അത് ഇന്ന് രാത്രി വന്നാൽ നമ്മൾ ആരെല്ലാം കയറിപ്പോകും? ഇന്ന് രാത്രി യേശു ഇനി വരേണ്ടത് മനുഷ്യരായിട്ട് വന്നു കഴിഞ്ഞു. ഇനി വരേണ്ടത് മണവാളനായിട്ടാണ്. മണവാളനായിട്ട് വരുന്നത് യേശു ക്രിസ്തു പാപിയെ രക്ഷിക്കാനല്ല, പാപത്തെ വിട്ടു തിരിഞ്ഞ് ക്രിസ്തുവിന്റെ വചനപ്രകാരം കാത്തിരിക്കുന്ന സഭയെ കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു മണവാളനായിട്ട് വരുന്നത്. എബ്രായർക്ക് ലേഖനം 9-28 വാക്യത്തിന് 2-ാം ഭാഗം വായിക്കുമ്പോൾ, തനിക്കായി കാത്തിരിക്കുന്നവരുടെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വായിച്ചേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അവൻ പാപം കൂടാതെ രണ്ടാമത് എന്ത് ചെയ്യും? പ്രത്യക്ഷനാകും. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. യേശു ക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും ഈ ഭൂമിയിൽ ഈ മധ്യാകാശം വരാൻ പോകുക. യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാൻ മധ്യാകാശം വരും. എന്തിനു വേണ്ടിയാണ് വരുന്നത്? പാപം കൂടാതെ കാത്തിരിക്കുന്ന മക്കൾക്കായിട്ട് ഇനി കർത്താവ് വരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എബ്രായർക്ക് ലേഖനം 4-ാം 14, 15, 16 വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഇന്ന് രാത്രി യേശു ഇരിക്കുന്ന എവിടെയാ? ഇപ്പോ ഈ നിമിഷം കൃപാസനത്തിലാണ്. ആര് പാവികൾ യേശുപ്പച്ച എന്നെ ഒന്ന് തൊടണേ അപ്പാ, ആ രക്തം കൊണ്ട് കഴുകണേ അപ്പാ, ഞാൻ കൊടും പാവിയാണപ്പാ, എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ശരിയല്ല, എന്റെ ദേശത്ത് ഞാൻ ശരിയല്ല കർത്താവേ, എന്റെ ജീവിതം ശരിയല്ലപ്പാ, എന്റെ കണ്ണ് ശരിയല്ല, എന്റെ നാവ് ശരിയല്ല, എന്റെ ജീവിതം മുഴുവൻ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു, ഒരു സ്വസ്ഥത എന്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല, എന്റെ കുടുംബത്തിലുള്ള ഒരംഗങ്ങൾക്ക് ഒരു സമാധാനം ഞാൻ കൊടുത്തിട്ടില്ല, ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല, ഒരു ആശ്വാസം കൊടുത്തിട്ടില്ല അപ്പാ, അവർക്ക് കണ്ണുനീര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓ സ്തോത്രം യേശുവേ, കൊടുംപാവിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ട് മാന്യ ശ്രോതാവേ, താങ്കൾ ആരല്ല ഈ ശബ്ദം കേൾക്കുന്നുവോ അവിടെ എവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുപ്പച്ചനിലേക്ക് ഒന്ന് നോക്കാമെങ്കിൽ, ആ യേശുവിനൊന്ന് സ്വീകരിക്കാമെങ്കിൽ, ആ പാവത്തെ ക്ഷമിക്കുവാൻ ഇന്ന് കൃപാസനത്തിൽ യേശുണ്ട്. എന്നാൽ ഈ കൃപ ഇവിടെ കവാടം അടഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾ എത്ര തട്ടിയാലും മുട്ടിയാലും ഓ പാവമോചനമല്ല, പിന്നെ പാവമില്ലാതെ കാത്തിരിക്കുന്ന മക്കളെ ചേർപ്പാനാണ് യേശു രണ്ടാമത് വരുന്നത്. ഒന്ന്, യേശു മനുഷ്യനായി വന്നു കഴിഞ്ഞു. ഇനി യേശു വരേണ്ടത് വിവാഹം കഴിക്കാൻ, മണവാട്ടിയെ വിവാഹം കഴിക്കാനാണ് വരേണ്ടത്. ആരാണ് മണവാട്ടി? ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട പൈതൽ. ശ്രദ്ധിച്ചു കേട്ടെ, മണവാട്ടി ആരാ? മണവാട്ടിയുടെ ഒന്നാമത്തെ ഗുണം, ആ മണവാട്ടി രക്ഷിക്കപ്പെട്ട ആളായിരിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഗുണം, സ്നാനപ്പെട്ട ആളായിരിക്കും. ഏത് സ്നാനം? ഇന്നലെ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ട ആൾ. യേശുവിന്റെ രഹസ്യവരവിൽ കയറി പോകണോ? സ്നാനപ്പെട്ടേ തീരും. അത് മുഴുവൻ സ്നാനം തന്നെ എടുക്കണം. ഇല്ല എങ്കിൽ ആ യേശുവിന്റെ രഹസ്യവരവിൽ കയറിപ്പോകാൻ പറ്റത്തില്ല. ഒന്ന്, രക്ഷിക്കപ്പെടണം. രണ്ടെന്ത് ചെയ്യണം? സ്നാനപ്പെടണം. മൂന്ന്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാല്, അപ്പനുറുക്കുകൾ പങ്കെടുക്കണം. അഞ്ച്, കൂട്ടായ്മ ആചരിക്കണം. ആറ്, വേർപാട് അനുഷ്ഠിക്കണം. ഏഴ്, പ്രാർത്ഥിക്കണം. എട്ട്, ഓരോ സെക്കൻഡ് ദൈവവചന പ്രകാരം ക്രിസ്തുവിൽ തികഞ്ഞ് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധ അപ്പോസ്തലിക, ഒന്നും വിട്ടുപോയി, അപ്പോസ്തലിക ഉപദേശത്തിൽ വളരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലിക ഉപദേശത്തിൽ വളരണം. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രി ഇതില്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, നല്ലൊരു മരണം അടക്കം കിട്ടിയാൽ മതി. എന്തിനാ? സ്തോത്രം. നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്നറിയാമോ? ഒന്നും വേണ്ട. ഓ സ്തോത്രം, ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അയ്യേ ഇതിൻ്റെയൊക്കെ പള്ളികളിൽ പോയി ആ പട്ടിയെ കുഴിച്ചിടും പോലെ കുഴിച്ചിട്ടുകൾ. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, സംഭാഷണം. അവർ മരണശേഷം എന്തൊക്കെ നടക്കുമെന്നാണ് ചിന്തിക്കുന്നത്. മരിച്ചിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ? ലാസർ മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്യുന്നത് വേദപുസ്തകത്തിലില്ല. പക്ഷേ അയാൾ എവിടെ പോയി? അബ്രഹാമിൻ്റെ മടി പോയി. സ്തോത്രം. അയാൾക്ക് പാട്ട് പാടാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ശുശ്രൂഷ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഇന്ന് അനേകർ പറഞ്ഞ അങ്ങനെയല്ല, എനിക്ക് പ്രസംഗിക്കാൻ 10 വേണം, ബൈബിളിൽ നല്ലതാണ്, പക്ഷേ മരിച്ച ശേഷം എനിക്ക് നല്ലൊരു ശുശ്രൂഷ കിട്ടുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രാജ്യം നഷ്ടപ്പെടുത്താതെ കർത്താവ് തരുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ചിലർ പറയുന്നതെന്ന് വെച്ചാൽ അത് ഈ മരണശേഷമുള്ള കാര്യങ്ങളാണ്. നല്ല ശുശ്രൂഷ കിട്ടും, നല്ല അടക്കം കിട്ടും, വർഷം തോറും കല്ലറയിൽ പ്രാർത്ഥിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇതാണ് ചിന്തിക്കുന്നത്. അയാൾ മരിച്ച് എങ്ങോട്ട് യുഗായുഗം നരകത്തിൽ പോകും, അത് വിഷയമല്ല. എനിക്കൊക്കെ ചിന്തിക്കും അതിശയമാണ്. ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പേർക്ക് അപ്പനും അമ്മയും കണ്ടു, മക്കളെ കണ്ടു. കോവിഡ് വന്നു, ആർക്ക് പോകാൻ പറ്റി? എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് 3 പേർക്കും കോവിഡായിരുന്നപ്പോഴാണ്. പോകാൻ പറ്റിയില്ല, മൊബൈലിലൂടെ കണ്ടു, വിട്ടില്ല. ഇവിടെ നിന്ന് ആർക്ക് പോകാൻ പറ്റും? എത്ര പേർക്ക് വീട്ടിൽ ബോഡി കൊടുത്തു വിട്ടു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര പേർക്ക് നല്ല അടക്ക ശുശ്രൂഷ കിട്ടി? ആര് പോയി പ്രാർത്ഥിച്ചു? എല്ലാം കൂടെ കോരി, കൈ പോലും തൊടാതെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ മോശം പറയുന്നല്ല, നമുക്കറിയത്തില്ല ഇനി എന്തൊക്കെ നടക്കുമെന്നൊന്നും. അതിന് നമ്മളെല്ലാം രക്ഷപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം രക്ഷപ്പെട്ടു തികഞ്ഞെന്നല്ല പറഞ്ഞത്. അവിടെ നമുക്കറിയത്തില്ല എന്താകും, നമ്മളെവിടെ ആകും, എന്താകും, എങ്ങനെ ആകും, എങ്ങോട്ടാകും, നമുക്ക് പ്രവചിക്കാൻ നമുക്കറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യാം? ദൈവം തരുന്ന ഈ ആയുസിൽ
തിരുവചന പ്രകാരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സത്യവചനം അനുസരിച്ച് സത്യത്തിന് ആത്മാവിനെ ആരാധിച്ച് ഉറപ്പോടെ മുന്നോട്ട് പോയ ഞാൻ പറയാം, ഇന്ന് യേശു വന്നാലും കർത്താവിന്റെ രാജ്യത്തിൽ ധാരാളമായി പ്രവേശിക്കുക. ആ യേശുവിനോടൊപ്പം കയറി പോക. ഇല്ല എങ്കിൽ ഒരു എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ തള്ളപ്പെടും. ഇനി എന്റെ യേശു വരുന്നത് വിശുദ്ധിയോടെ. ഈ വചനപ്രകാരം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതിനകത്തുണ്ട് ഈ വചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കള് ആ ക്രിസ്തുവിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ആ ശബ്ദം കേട്ട് ജീവിക്കുന്ന മണവാട്ടികളെ ചേർക്കാനാണ് യേശു വരുന്നത്. ഇന്ന് രാത്രി യേശു വന്നാൽ മാന്യ ശ്രോതാവേ, താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് ദേശത്ത് എവിടെയോ ആകട്ടെ താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. താങ്കൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് രക്ഷിക്കാൻ പറ്റുമോ? നാട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർക്ക് ഇല്ല. യേശു വന്നാൽ വിശുദ്ധന്മാരെല്ലാം കയറിപ്പോകും. പിന്നെ ഒരു എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കും. ഹല്ലേലൂയ. യേശു ഈ നിമിഷമാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ മുഴു ലോകത്തിലും എന്ത് സംഭവിക്കും ശ്രദ്ധിച്ചു കേട്ടെ. യേശു മധ്യാകാശം വന്ന് ഇപ്രകാരം വിളിച്ചു പറയും, എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ചടക്കപ്പെട്ട എൻ്റെ വിശുദ്ധന്മാരെ ഇങ്ങ് കയറി വരുവീനെന്ന് വിളിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചന പ്രകാരം ജീവിച്ചിട്ട് യേശുവിൻ്റെ വരവിന് മുമ്പ് മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കല്ലറകൾ മാത്രം പൊട്ടിത്തുറന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് ഒരു ദൂതന്റെ ശരീരം പ്രാപിച്ച് സകല കല്ലറകളും പൊട്ടിത്തുറക്ക്. ഏത് കല്ലറ? യേശുവിൽ ജീവിച്ച് വചനപ്രകാരം ജീവിച്ച് മരിച്ചടക്കപ്പെട്ട മുഴുവൻ കല്ലറകളും എവിടെയൊക്കെയാണോ കോവിഡിലൂടെയാണോ നഷ്ടപ്പെട്ടത്, അതോ കടലിലാണോ, അതോ കായലിലാണോ, അതോ വനത്തിലാണോ, റെയിൽവേ പാളത്തിന്റെ അടിയിലാണോ, അതോ വീട്ടിനടിയിലാണോ, നടു റോഡിനടിയിലാണോ അടക്കം ചെയ്തത്, വിശുദ്ധന്മാർ അവിടെ നിന്ന് റോഡ് പൊളിച്ച് റെയിൽവേ പാളം പൊളിച്ച് വീടുകൾ പൊളിച്ച് മറ്റൊരു ശരീരം പ്രാപിച്ച് സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വന്ന് നിൽക്കും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? എങ്ങനെയുള്ള ശരീരം? മരിച്ചപ്പോൾ കാലില്ലാതായിരിക്കുക, കൈയില്ലാതായിരിക്കുക, ശരീരം മൊത്തം ബുദ്ധിമുട്ടോടെ ആയിരിക്കാം മരിച്ചത്. പക്ഷേ മറ്റൊരു ശരീരം പ്രാപിച്ച് രോഗമില്ലാത്ത, പുഴുവിന് തൊടാൻ പറ്റാത്ത, കൃമിക്ക് തൊടാൻ പറ്റാത്ത, രോഗത്തിന് തൊടാൻ പറ്റാത്ത ഒരു ദൂതനെ പോലിരിക്കുന്ന ശരീരം പ്രാപിച്ച് യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കർത്താവിനെ നമ്മൾ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന്. എന്നാൽ മറ്റൊരു ശരീരം പ്രാപിച്ച് സ്തോത്രം കർത്താവിനെ എതിരേൽപ്പാ മേഘങ്ങളിൽ എടുക്കപ്പെടും. നോക്കിയേ, ആദ്യ യേശുവിന്റെ ശബ്ദം കേട്ട ഉടനെ ഈ രാത്രി ഈ സമയത്താണ് യേശുവിന്റെ ശബ്ദം കേട്ടാൽ മധ്യാകാശം കേൾക്കുന്ന മാത്രയിൽ വിശുദ്ധന്മാരുടെ കല്ലറകളെല്ലാം പൊട്ടിത്തുറന്ന് വിശുദ്ധന്മാരെല്ലാം കർത്താവിനോട് കൂടെ കയറിപ്പോകും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും ആരെല്ലാമാണോ ഈ കസേരക്കകത്തിരിക്കുന്ന ആരെല്ലാം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് വചനപ്രകാരം ജീവിക്കുന്ന എത്ര മക്കളുണ്ടോ അത്രയും പേരുടെ കസേര ഒഴിഞ്ഞു കിടക്കും. ആൾക്കാർ പറഞ്ഞ നിമിഷത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ശരീരം ബോഡി പോലും ഇവിടെ കാണത്തില്ല. ഈ ബോഡി പോലും മറ്റൊരു ശരീരമായി എൻ്റെ അപ്പനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, 2 പേർ ഒരുമിച്ച് വയലിരിക്കും, ഒരാൾ ചേർക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. 2 പേർ തിരിക്കല്ലിൽ പൊടിക്കും, ഒരാൾ ചേർക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. 10 പേർ സ്തോത്രം ഒരു വീട്ടിനകത്ത് കിടന്നുറങ്ങും. രക്ഷിക്കപ്പെട്ട 5 പേർ യേശുവിനോടൊപ്പം കയറി പോകും. 10 കന്യകമാർ ഒരുങ്ങിയിരുന്നു. യേശുവിന്റെ ശബ്ദം കേട്ടു. 5 കന്യകമാർ വിളക്കുണ്ടായിരുന്നു, എണ്ണ ഉണ്ടായിരുന്നു, അവർ ഒരുങ്ങിയിരുന്നു. അവർ വിവാഹ സത്യക്ക് പോയി എന്നാണ് വേദപുസ്തകം. 5 പേർ പോയില്ല. 5 പേർ എണ്ണയും വാങ്ങി തിരിച്ചു വന്നപ്പോൾ വാതിലടച്ചു. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ അതോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ. ഇതാ ദൈവത്തിന് സ്തോത്രം, യേശു കർത്താവ് ഈ നിമിഷം വന്നാൽ തന്റെ വിശുദ്ധന്മാരെല്ലാം നൊടി നേരം കൊണ്ട് സ്തോത്രം വിശുദ്ധന്മാരെല്ലാം കയറി പോകും. ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഈ സമയമാണ് യേശു വന്നാൽ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവർ, ട്രെയിനിൽ സഞ്ചരിക്കുന്നവർ, ബസ്സിൽ സഞ്ചരിക്കുന്നവർ, അവിടെ ഇവിടെ നിൽക്കുന്നവർ, കല്യാണ പാർട്ടിക്ക് നിൽക്കുന്നവർ, അവയുടെ നടുവിൽ എത്ര വിശുദ്ധന്മാരുണ്ടോ അവരെല്ലാം സ്വർഗത്തിൽ പോകും. ഈ ഭൂമിയിൽ ഒരു രക്തപ്പുഴ ഒഴുകാൻ സമയമായി. ഇതാ സ്വത്രം ഫ്ലൈറ്റുകൾ തകരുന്നു, ട്രെയിനുകൾ തകരുന്നു. വിശുദ്ധന്മാരാണ് ട്രെയിൻ ഓടിക്കുന്നതെങ്കിൽ വിശുദ്ധന്മാർ കയറി പോകും. ട്രെയിൻ എങ്ങോട്ടെന്ന് അറിയത്തില്ല, ബസ് എങ്ങോട്ടെന്ന് അറിയത്തില്ല. വീട്ടിനകത്ത് 10 പേര് കിടന്നുറങ്ങി, 5 പേരെ കാണാനില്ല. 2 പേർ തിരിക്കലിൽ പൊടിച്ചു, ഒരാളെ കാണാനില്ല. എങ്ങോട്ട് പോയി? ശാസ്ത്രം വിളിച്ചു ചോദിക്കുകയാണ്, കാണാനില്ല. നെയ്യാറ്റിങ്കര ഇത്ര വരെ കാണാനില്ല, ഓലത്താന്നിൽ ഇത്ര വരെ കാണാനില്ല, കവിതയുടെ ഇത്ര വരെ കാണാനില്ല, തിരുവനന്തപുരം ജില്ലയിൽ ഇത്ര വരെ കാണാനില്ല. ഓരോ ജില്ലാ ബേസില്, ഓരോ രാജ്യത്തിന്റെ പേരില്, ഓരോ സംസ്ഥാനത്തിന്റെ പേരില് ഇതാ ഇത്ര വരെ കാണാനില്ലെന്ന് മുഴു ലോകത്തിലും വിളിച്ചു പറയാൻ സമയമായി. ലൈവായി ന്യൂസ് ചാനലിൽ വരാൻ സമയമായി. സഹോദര, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ അതോ തള്ളപ്പെടുമോ?
ഹല്ലേലൂയ. യേശു ഇന്ന് വന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധന്മാരെല്ലാം കയറിപ്പോകും. അതിനുശേഷം ഈ മുഴു ലോകവും 7 വർഷം ഒരു എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഭരിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 6-ാമത്തെയും 1 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വാങ്ങാനും വിൽക്കാനും പറ്റാത്തൊരു കാലഘട്ടം, 666 മുദ്രയില്ലാതെ സ്തോത്രം ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം, സമാധാനം എന്ന് പറഞ്ഞ് എതിർ ക്രിസ്തു മനുഷ്യനെല്ലാം കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം, കയറി കിടക്കുന്ന വീട് കണ്ടുകെട്ടുന്ന കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. യേശു വരാൻ സമയമായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴരുതേ. ഒന്നിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഈ ഭൂമിയിൽ വരാൻ സമയമായി. സഹോദര, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദരി, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇനി എൻ്റെ യേശു വരേണ്ടത് മണവാളനായിട്ടാണ്. ഹല്ലേലൂയ. യേശു മണവാളനായി വന്ന് തൻ്റെ വിശുദ്ധ സഭയെ കർത്താവിൻ്റെ രാജ്യത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യാകാശ കർത്താവ് നിന്ന് വിളിക്കുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെല്ലാം പോയി കഴിഞ്ഞാൽ 7 വർഷം വിശുദ്ധന്മാരും യേശു ഒരുമിച്ച് അവിടെ സ്തോത്രം കർത്താവ് പ്രതിഫലങ്ങൾ കൊടുക്കും. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ല പ്രവർത്തികൾക്ക്, എന്ന് വെച്ചാൽ ക്രിസ്തു യേശുവിൽ നിറഞ്ഞ് ജീവിച്ചവർക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം സ്വർഗത്തിൽ വിതരണം ചെയ്യും. ആ സമയം ഹല്ലേലൂയ കിരീടങ്ങൾ കൊടുക്കും. ദൈവം എന്തെല്ലാമാണോ ആ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളത് എല്ലാം സ്വർഗത്തിൽ വെച്ച് കൊടുക്കും. അങ്ങനെ 7 വർഷം അവിടെ യേശുവും തൻ്റെ മണവാട്ടി സഭയും വിശുദ്ധിയോടെ ആരാധിച്ച് ആ സാന്നിധ്യത്തിനകത്തിരിക്കും. 7 വർഷം എതിർ ക്രിസ്തു ഇവിടെ സ്തോത്രം വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാതെ ഈ മനുഷ്യൻ കിടന്ന് അലറി വിളിക്കുന്നൊരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ഒരു രക്ഷയുമില്ലാത്തൊരു കാലഘട്ടം. ഇതിനകത്ത് ആരും തള്ളപ്പെട്ടു പോകല്ലേ. സ്തോത്രം, തള്ളപ്പെട്ടു പോകല്ലേ, വീണു പോകല്ലേ. യേശുവിന്റെ വരവിൽ കയറി പോകണമേ. ഇല്ല എങ്കിൽ പോക്കാണ്. വാങ്ങാനോ വിൽക്കാനോ പറ്റാത്ത കാലഘട്ടം. സ്തോത്രം, ഗവൺമെന്റ് സകലതും കണ്ടുകെട്ടുന്ന കാലഘട്ടം, ജോലി നഷ്ടപ്പെടുന്ന കാലഘട്ടം, ബാങ്ക് ഡെപ്പോസിറ്റ് ഗവൺമെന്റ്, എതിർ ക്രിസ്തുവിന്റെ ഗവൺമെന്റ് കണ്ടുകെട്ടുന്ന കാലഘട്ടം, വീടും വസ്തുവും ഗവൺമെന്റ് കണ്ടുകെട്ടുന്ന കാലഘട്ടം, ഒന്നുമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലഘട്ടം, ഭക്ഷണം കിട്ടാത്ത കാലഘട്ടം. താങ്കൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രി ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാമോ? മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. 7 വർഷം വിശുദ്ധന്മാർ സ്വർഗത്തിൽ, 7 വർഷം ഈ ഭൂമിയിൽ തള്ളപ്പെടുന്നവരെല്ലാം എതിർ ക്രിസ്തുവിന്റെ കൈക്കീഴിൽ. സ്തോത്രം. സ്വർഗത്തിൽ 7 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തുവും വിശുദ്ധന്മാരും കൂടെ ഇതാ സ്തോത്രം ഒലിവുമലയിൽ യേശു ക്രിസ്തു എവിടെ നിന്നാണോ കയറിപ്പോയത് അതേ ഒലിവുമലയിൽ വന്ന് കാൽ ചവിട്ടുമ്പോൾ സ്തോത്രം ഒലിവുമല വിഭജിക്കപ്പെടും. അവിടെ ഒരു യുദ്ധമുണ്ടാകും. യുദ്ധത്തിൽ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെയും സകലത്തെയും പരാജയപ്പെടുത്തി യേശു 1000 ആണ്ട് രാജാതി രാജാവായി ഭൂമിയിൽ വാഴും. മൂന്നാമത് ഒന്ന് മനുഷ്യനായി വന്നു കഴിഞ്ഞു. ഇനി വരേണ്ടത് മണവാളനായിട്ട്. അത് ഒരുങ്ങിയിരിക്കുന്ന മക്കൾ കയറിപ്പോകും. 7 വർഷം തികയുമ്പോൾ യേശു ക്രിസ്തു വിശുദ്ധന്മാരും കൂടെ ഈ ഭൂമിയിൽ വരും. പിന്നെ ഒരു 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ചയിൽ കണ്ണുനീരില്ല, ദുഃഖമില്ല, നിരാശയില്ല, രോഗമില്ല, പിശാചിനെ പിടിച്ചു കെട്ടും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകം 20-1 മുതൽ ടക്കനെ 1-2 വാക്യം വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും, അനന്തരം ഒരു താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. എവിടെ നിന്നിറങ്ങി? എന്നെ ശ്രദ്ധിക്കണേ. ഇന്ന് പിശാചിന്റെ ബന്ധനമുള്ളവരെല്ലാം പൊട്ടാൻ പോവുക. ചങ്ങലകളെല്ലാം അഴിയും, കോട്ടയെല്ലാം അഴിയും. ഇതാ ദൂതൻ ഇറങ്ങുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൂതന്റെ ഒരു കയ്യിൽ ചങ്ങല, ഒരു കയ്യിൽ എന്താ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചേ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട്. ഒന്ന് താക്കോല്, ഒരു കയ്യിൽ എന്തുണ്ട്? താക്കോൽ. ഒരു കയ്യിൽ എന്തുണ്ട്? ചങ്ങലയുണ്ട്. ഒരു കൈ താക്കോല് കൊണ്ടും ഒരു കൈ ചങ്ങല കൊണ്ടും പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആരാ? ഒരു ദൂതൻ. ഇന്ന് രാത്രി ചിലതിനെ പിടിച്ചു കെട്ടി ഉടക്കാൻ ദൂതൻ ഇറങ്ങുന്നുണ്ട്. ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ, ഈ പട്ടണത്തിൽ, ഓലത്താന്നി ദേശത്ത്, കവിതയുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ മാനസികമായി ശാരീരികമായി ദണ്ണിപ്പിച്ച് ഉറക്കത്തെ കെടുത്തി, സ്വസ്ഥതയെ കെടുത്തി, സമാധാനത്തെ കെടുത്തി, തലമുറകളെ ഒതുക്കി ജീവിക്കാൻ മുന്നോട്ട് വിടാതെ ആത്മഹത്യ മതിയെന്ന്, മരിച്ചാ മതിയെന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്ന പോലെ, സ്വസ്ഥത നഷ്ടപ്പെട്ടതുപോലെ, സുബോധം നഷ്ടപ്പെട്ടതുപോലെ, മാനസികമായും ശാരീരികമായും നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കുന്ന സ്വർഗത്തിലെ ശക്തി ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം 7 വർഷം കഴിയുമ്പോൾ ദൂതന്മാരും യേശുവും തമ്മിൽ ഒലിവുമലയിലേക്ക് വരും. പിന്നെ അവിടെ ഒരു യുദ്ധം നടക്കും. യുദ്ധത്തിൽ അമ്പെ സ്വർഗം ചിലതിനെയൊക്കെ പരാജയപ്പെടുത്തി, എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ? 1000 ആണ്ടൊരു വാഴ്ചയുണ്ട്. വാഴ്ചയ്ക്ക് മുമ്പേ എല്ലാ സാത്താന്മാരും പിടിക്കും.
സ്വത്രം വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. എത്ര ആണ്ടയ്ക്ക്? 1000 ആണ്ടയ്ക്ക്. ഒരു ദൂതന്റെ ഒരു കയ്യിൽ സാത്താനെ പിടിച്ചു കിട്ടുന്ന ചങ്ങല അർത്ഥൽ കനകധര ശിവാനകസ്കന്ധനേതരക്തിരാധരന്തൽ ജൂഡത്തമന ഘടകർക്കധര. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിനകത്ത് ഈ മുഴുവൻ ദേശത്തിലും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൂതൻ ഇറങ്ങി ഒരു ചങ്ങലയും പിടിച്ച് ഒരു താക്കോലും കൊണ്ട് ഒരു ദൂതൻ ഇറങ്ങി 1000 ആണ്ട് ദുഷ്ട ഇരുട്ട് ആമൻ കടക്കാതിരിക്കാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി വിട്ടു. ദൂതൻ ചങ്ങലക്കകത്ത് പിശാചിനെ പിടിച്ച് 1000 ആണ്ട് പൂട്ടി. ഇന്ന് രാത്രി ശരീരത്തെ, ജീവിതത്തെ, കുടുംബത്തെ ദണ്ണിപ്പിച്ച് ഒതുക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ വാളിന്റെ വായ്ത്തലയിൽ വെട്ടി ഇന്ന് രാത്രി കൺവെൻഷൻ കഴിയുമ്പോൾ വലിയൊരു ദൈവിക സമാധാനം തരാൻ യേശു ഇതിനകത്ത് ഉണ്ട്. ഹല്ലേലൂയ. 1000 ആണ്ട് രോഗമില്ല, ക്ഷീണമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, വേദനയില്ല. എവിടെയായിരിക്കും? യേശുവിനോട് കൂടെ 1000 ആണ്ട് രാജാവിനോട് കൂടെ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സഹോദര സഹോദരി, താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? സത്യവചനം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ താങ്കൾ എവിടെ ചെന്ന് വീഴും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ അങ്ങോട്ട് 27 വരെ വായിക്കുമ്പോൾ അതിനകത്തുണ്ട് എന്താണ് സംഭവം എന്ന് ടക്കന 1-2 വാക്യം വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്തവരെ അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, ഇനി കണ്ണുനീരുമില്ല. മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, മുത്തിനാൽ നിർമ്മിതമായൊരു കൊട്ടാരം ഇറങ്ങി വരാൻ സമയമായി. അതിനകത്ത് 1000 ആണ്ട് രാജാവിനോട് വാഴാൻ സമയമായി. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ യേശുവാകുന്ന മണവാളൻ്റെ മണവാട്ടി ആയിട്ടുണ്ടോ? ആ പരിശുദ്ധി ആത്മാവെന്ന മുദ്ര താങ്കളുടെ മേലെ ഉണ്ടോ? ആ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്നും പാരമ്പര്യം നോക്കി എൻ്റെ അപ്പൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ കൂട്ടുകാർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ നാട്ടുകാർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ബന്ധുക്കൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ആചാരത്തിൻ്റെ അകത്ത്, അനുഷ്ഠാനത്തിൻ്റെ അകത്ത് കെട്ടുപൊട്ടാതെ, സത്യത്തിലും ആത്മാവിനും ആരാധിക്കാൻ കഴിയാതെ, കൈകൾ കെട്ടപ്പെട്ടവരായി, സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ, ദൈവവചനത്തിന് മുൻപിൽ മുട്ടുമടക്കാതെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ പാഴാക്കുകയാണോ? സ്തോത്രം. ദൈവത്തിന് മഹത്വം. 2 പേരുടെ പറഞ്ഞ് ഞാൻ നിർത്തും. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സ്തോത്രം. പലരോട് സത്യസുവിശേഷം പറയും, സത്യത്തിലുള്ള സുവിശേഷം പറയും. അവർ അല്പം വിടുതൽ പ്രാപിക്കും, അവർക്ക് സ്നാനം വേണ്ട. സ്തോത്രം. ഒരു സഹോദരൻ സ്നാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. അവസാനം ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, സ്നേഹിത, അടുത്ത ആഴ്ച നമ്മുടെ ചർച്ചിൽ സ്നാനമുണ്ട്. താങ്കളുടെ ആഗ്രഹം പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. പക്ഷേ പുള്ളി പറഞ്ഞു, ഇല്ല, ഇനി വരുമ്പോൾ വരാം. അടുത്ത അവസരം കിട്ടിയില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ആള് കർത്താവ് ആയുസ് നീട്ടിക്കൊടുത്തു. ബുദ്ധിമുട്ട് വന്നു, ആയുസ് നീട്ടിക്കൊടുത്തു. കർത്താവിനോട് പറഞ്ഞു, ആ വീട്ടിൽ പോകാൻ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്ന് സ്നാനപ്പെടാനാണ്. പക്ഷേ അംഗീകരിച്ചില്ല. സ്നാനത്തിന് അത്രയ്ക്ക് വിലയുണ്ട്, പരിശുദ്ധാത്മാവിന് അത്രയ്ക്ക് വിലയുണ്ട്, വചനത്തിന് അത്രയ്ക്ക് വിലയുണ്ട്, ദൈവവചനത്തിന് അത്രയ്ക്ക് വിലയുണ്ട്. ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വീഴും? നമ്മൾ ഈ ഭൂമിയിൽ എന്തോ ആകട്ടെ നമുക്കറിഞ്ഞൂടാ. യേശു കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ആരുമില്ലെങ്കിലും ആരുണ്ടെങ്കിലും യേശുവിൻ്റെ വരവിൽ കയറി പോകാം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ക്രിസ്തുവിനാണ് നമ്മൾ ജീവിച്ചാൽ കർത്താവ് നമ്മളെ കൈവിടൂല, ഉപേക്ഷിക്കൂല. എത്ര പ്രായത്തിൻ്റെ നടുവിലും നമ്മളെ കൈവിടൂല.
നമ്മൾ തകരേണ്ടി വരില്ല. രാത്രി പകലും കൂടെ ഇരിക്കും, അപ്പനായും അമ്മയായി ഇരിക്കും. മാത്രമല്ല, കർത്താവിൻ്റെ വരവിൽ ധാരാളമായി കയറിപ്പോകാം. ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റൂല. നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മളെ സമ്പത്തിനെ രക്ഷിക്കാൻ പറ്റൂല, നമ്മുടെ വസ്തുവിനെ രക്ഷിക്കാൻ പറ്റൂല, നമ്മുടെ പഠിത്തത്തിൻ്റെ സർട്ടിഫിക്കറ്റിന്, ജോലിയുടെ വിലയ്ക്ക്, ബാങ്കിൽ കിടക്കുന്ന പണത്തിൻ്റെ സ്വത്രം വലിപ്പത്തിന് എന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂല. രക്ഷിക്കാൻ പറ്റുന്ന ഏക സത്യദൈവ യേശു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു മാർത്താണ്ഡ ദേശം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിർത്താം. എന്തോ ആത്മാവ് പറയിക്കുന്നു, ഞാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മാർത്താണ്ഡത്തുനിന്ന് ഒരു ഫാമിലി ആരാധനയ്ക്ക് വേണ്ടി വന്നു. മാർത്താണ്ഡത്താണ് വീട്. വളരെ ബുദ്ധിമുട്ടോടെ വന്ന് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം കർത്താവ് സൗഖ്യമാക്കുന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ദൈവമാണ് ചെയ്യുന്നത്, മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയ്ക്കകത്ത് എന്തൊക്കെ അത്ഭുതം നടന്നാലും, സ്തോത്രം, മരിച്ചു വീണവർ ഉയർത്താലും അവിടെ ഒന്നും പറയില്ല. ഇടയ്ക്ക് എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ രണ്ടുപേര് പറഞ്ഞെങ്കിൽ. കാരണം വിടുവിച്ചതല്ല ആരാ? യേശു ക്രിസ്തു. യേശു മാത്രം കർത്താവ്, ഡാഡി മാത്രം കർത്താവ്. മാർത്താണ്ഡത്തുനിന്ന് അവർ എത്ര മരുന്ന് എന്തെല്ലാം ചെയ്തിട്ടും സൗഖ്യമാകത്തില്ല. സ്തോത്രം. അവരുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ആ ചർച്ചിൽ കൊണ്ടുവന്നു വരുമ്പോൾ ആളപ്പം മുറ്റത്ത് വന്നപ്പോഴേ വീണു താഴെ. ദൈവത്തിന് സ്തോത്രം. അകത്ത് വന്നു, വല്ല വിധേനെ അകത്ത് കൊണ്ടു എല്ലാവരും കൂടെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, നേരത്തെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ലഗ്യോൻ്റെ ബാധ പോലെ ദുർഭൂതങ്ങൾ നിറഞ്ഞ് സുബോധം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് എന്തൊക്കെ സംഭവിക്കും എന്നറിഞ്ഞുകൂടാ. സ്തോത്രം. അവസാനം യേശു കർത്താവ് അങ്ങ് തൊട്ടു. 6,000 അല്ല, അവരുടെ ഉള്ള 60,000 പോയി. ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിനായിട്ട് ജീവിക്കണം, സ്നാനപ്പെടണം. കർത്താവ് നിങ്ങളെ വിടുവിച്ചതാ. അവരടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത മാസമാകട്ടെ, നഷ്ടപ്പെട്ടു. എവിടെ പോയെന്ന് ആര് കണ്ടു? എനിക്കറിയില്ല. യേശുവില്ലെങ്കിൽ എന്ത് നേടിയാലും എത്ര പഠിപ്പും വിലയും പത്രാസും അറിവും ബൈബിൾ പരിജ്ഞാനവും ഏത് സ്ഥാനവും മാനവും ബഹുമാനവും എന്തൊക്കെ കിട്ടിയാലും ഒരു പ്രയോജനമില്ല. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ ഇനിയുള്ള ആയുസ് ഈ ഒറ്റ ആയുസേ ഉള്ളൂ. ഇതുവരെ അടിച്ച് പൊള്ളിച്ച് തോന്നിയ ദിവസം പോലെയൊക്കെ നമ്മൾ പ്രൗഢി കാണിച്ചു. ഒരു പ്രൗഢിയും കാണിക്കയില്ല. നമുക്ക് ദൈവം തന്ന അവസരം ഞാൻ പലരോടും പോയി പറഞ്ഞിട്ടുണ്ട്. അവസരം നഷ്ടമാക്കി. ഒരു കൂട്ടം പേർ അംഗീകരിച്ചു, മുടക്കി. എനിക്ക് ഉറപ്പുണ്ട് അവരവിടെ വെച്ച് കാണാം. ഞാൻ പറയട്ടെ, ഒരു പൈസ സമ്പാദിക്കാനല്ല ഈ ശുശ്രൂഷ. ഞങ്ങൾ അറിഞ്ഞ യേശുവിനെ, ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ ദേശങ്ങൾ തോറും വിളിച്ചു പറയുന്നത്. ഇതിന്റെ പിന്നിലൊന്നും വെച്ചിട്ടല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഓലത്താന്നി കവിതയുടെ ദേശമേ, ഇന്ന് രാത്രി യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാമോ? താങ്കൾ എത്ര കൊടുമ്പാവേലി രക്ഷിക്കാൻ യേശു അടുത്തുണ്ട്. നമുക്ക് കണ്ണുകൾ